നീല ചോദിച്ചു 3:3 ഡിഗ്രി കുറയ്ക്കുകയും ചെയ്തപ്പോ ഈ അംശബന്ധം 2:, എയുടെ 30%, ബിയുടെ 20% തുല്യം. UPSCയുടെ പരീക്ഷയ്ക്ക് വന്ന ചോദ്യമാണ്. സംഖ്യയുടെ 3/4 ഭാഗത്തിന് തുല്യം സംഖ്യകൾ തമ്മിലുള്ള അംശം. എല്ലാവർക്കും നമസ്കാരം. എന്റെ പേര് ജെറിൻ. നിങ്ങളെ ഏവരെയും ട്രിക്ടേണിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ഒരുമിച്ച് റേഷ്യോ പ്രപ്പോർഷൻ എന്ന് പറയുന്ന ടോപ്പിക്ക് ഒന്ന് റിവിഷൻ ചെയ്യാനായിട്ട് പോവുകയാണ്. അംശബന്ധവും അനുപാതവും. ഇനി വരാൻ പോകുന്ന 10th ലെവൽ 12th ലെവൽ PSC പരീക്ഷകൾ എഴുതുന്ന മുഴുവൻ ആളുകളും ഇത് കാണാനായിട്ട് ശ്രമിക്കുക. 100% നിങ്ങൾക്ക് പ്രയോജനപ്പെടും. എസ്പെഷ്യലി ഇനി വരാൻ പോകുന്ന LD എക്സാം ഒക്കെ ഉള്ളവർ തീർച്ചയായും റേഷ്യോ പ്രപ്പോർഷൻ സിലബസിലുള്ളതാണ്. അത് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും കാണുക, റിവിഷൻ ചെയ്യുക. അപ്പൊ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഒരു 2020 മുതലുള്ള റേഷ്യോ പ്രപ്പോർഷനുമായി ബന്ധപ്പെട്ട് 10th ലെവൽ 12th ലെവൽ പരീക്ഷകളിൽ വന്നിട്ടുള്ള മുഴുവൻ ചോദ്യങ്ങളും നമ്മൾ എടുത്ത് ഒന്ന് ഓർഡർ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ ചോദ്യങ്ങളും നമ്മൾ നല്ല രീതിയിൽ റിവിഷൻ ചെയ്തു പോകും. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിന്റെ കീഴിലുള്ള 10th ലെവൽ 12th ലെവൽ ക്വസ്റ്റ്യൻസ് മുഴുവൻ ഈ ക്ലാസ് കഴിയുമ്പോഴത്തേക്കിന് നിങ്ങൾക്ക് നല്ല രീതിയിൽ ചെയ്യാനും പറ്റും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു പേനയും പേപ്പറും എടുക്കുക, എൻ്റെ ഒപ്പം ഇരിക്കുക. സ്ക്രീനിൽ ഓരോ ചോദ്യങ്ങൾ കാണുമ്പോഴും നിങ്ങളൊന്ന് വീഡിയോ പോസ് ചെയ്തിട്ട് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് ശ്രമിച്ചു നോക്കുക. എന്നിട്ട് എൻ്റെ ആൻസേഴ്സുമായിട്ടൊന്ന് കമ്പയർ ചെയ്യുക. തെറ്റിപ്പോയി എങ്കിൽ എവിടെ ആ തെറ്റ് വന്നതെന്ന് മനസ്സിലാക്കുക, മുന്നോട്ട് പോവുക. ഇനി പൂർണ്ണമായും അറിയാത്ത ചോദ്യങ്ങളാണെങ്കിൽ തീർച്ചയായും എൻ്റെ എക്സ്പ്ലനേഷൻ കാണുക, കേൾക്കുക, കൃത്യമായി അറിയാത്ത ഭാഗങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക, പഠിക്കുക, മുന്നോട്ട് പോവുക. പിന്നെ ഞാൻ എന്നും പറയുന്ന കാര്യം, ഓരോ ക്ലാസ്സുകൾ കഴിയുമ്പോഴും ഓരോ റിവിഷൻ ക്ലാസ്സുകൾ കഴിയുമ്പോഴും നമ്മൾ എക്സ്ട്രാ കുറേ ചോദ്യങ്ങൾ SCERTയിൽ നിന്നും അതുപോലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ടെലിഗ്രാമിൽ ചെയ്യുന്നുണ്ട്. എക്സ്ട്രാ വർക്കൗട്ടിനായിട്ട് നമ്മൾ എപ്പോഴും ഓരോ ക്ലാസ് കഴിയുമ്പോഴും തരുന്നുണ്ട്. അത് കൃത്യമായും നിങ്ങൾ എടുക്കുക, കൃത്യമായും സ്വന്തമായിട്ട് ചെയ്തു നോക്കുക മാത്രമല്ല, ഒരു ദിവസം കഴിയുമ്പോൾ അതിൻ്റെ ആൻസേഴ്സും ഞാനിടും. ആ ആൻസേഴ്സും നിങ്ങളുടെ ആൻസേഴ്സും കമ്പയർ ചെയ്യുക. അപ്പോൾ ഈ ഒരു റിവിഷൻ കഴിഞ്ഞ് സ്വന്തമായിട്ട് വർക്കൗട്ട് ചോദ്യങ്ങളൂടെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കിന് തീർച്ചയായും ഈ ഒരു ടോപ്പിക് എല്ലാ അർത്ഥത്തിലും, ഈ ഒരു ടോപ്പിക്ക് മാത്രമല്ല എല്ലാ ടോപ്പിക്കുകളും എല്ലാ അർത്ഥത്തിലും അങ്ങ് പെർഫെക്റ്റ് ആയി മാറും. അപ്പം നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഇതുവരെയും ഇല്ല എങ്കിൽ തീർച്ചയായും ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ടെലിഗ്രാമിൽ മേളിൽ സെർച്ച് ചെയ്യാൻ പറ്റും. അവിടെ ഇതുപോലെ ട്രിക്ടേൺ എന്ന് ക്യാപിറ്റൽ ലെറ്ററിൽ സെർച്ച് ചെയ്യുന്ന ഭാഗത്ത് സെർച്ച് ചെയ്യുക. TRIG സ്പേസ് ഇട്ട് TURN എന്ന് സെർച്ച് ചെയ്യുക. നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാം. ഇനി അതുമല്ല, നമ്മൾ ഇതുവരെ ചെയ്ത എല്ലാ വീഡിയോസിൻ്റെയും ഡിസ്ക്രിപ്ഷനിൽ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഉണ്ട്. അതുവഴി വേണമെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. പിന്നെ ഇന്നും പറയുന്ന കാര്യം ഒന്നുകൂടെ പറയുകയാണ്, നമ്മുടെ ചാനലിൽ നിങ്ങൾ ആദ്യമായിട്ടാണെങ്കിൽ, ഇന്നാണ് നിങ്ങൾ ആദ്യമായി നമ്മുടെ ചാനലിലെ ക്ലാസ് കാണുന്നതെങ്കിൽ ഈ ക്ലാസ് ഉപകാരപ്പെട്ടാൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ക്ലാസ്സുകളൊക്കെ ഇനി വരാൻ പോകുന്ന LD ഒക്കെ എഴുതുന്ന എല്ലാവർക്കും തീർച്ചയായും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടാനായിട്ട് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അപ്പോൾ ഒട്ടും സമയം കളയാതെ നമുക്ക് ഒരുമിച്ച് റേഷ്യോ പ്രപ്പോർഷൻ റിവിഷൻ ചെയ്യാനായിട്ട് പോകാം. രണ്ട് സംഖ്യകൾ തമ്മിലുള്ള അനുപാതം 5:8 ആണ്. അവയുടെ വ്യത്യാസം 48 എങ്കിൽ ചെറിയ സംഖ്യ ഏത് എന്നതാണ് ചോദ്യം. മക്കളെ, ഇത് നമുക്ക് പല രീതിയിൽ ചെയ്യാം. കൂടുതലും ആളുകൾ എക്സ്വച്ച് ചെയ്യുന്നവരാണ്, ചില ആളുകൾ ഒരു ഭാഗമാക്കി ചെയ്യുന്നവരുമാണ്. ഞാൻ രണ്ടും പറയാം, നിങ്ങൾക്ക് ഏതാ സൗകര്യം അത്. മക്കളെ, രണ്ട് സംഖ്യകൾ 5:8 എന്ന അംശബന്ധത്തിലാണ്. അപ്പോൾ ആദ്യത്തെ സംഖ്യ ഏതാന്ന് ചോദിച്ചാൽ 5x എന്ന് നമുക്ക് പറയാം. രണ്ടാമത്തെ സംഖ്യ ഏതാന്ന് ചോദിച്ചാൽ 8x എന്ന് പറയാം. കാര്യം റേഷ്യോനെ ഒറിജിനൽ ആക്കാൻ x കൊടുത്താൽ മതി എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി ഇവരുടെ വ്യത്യാസം 48 എന്ന് പറയുന്നു. അപ്പോഴേ നമ്മുടെ മനസ്സിലോർക്കണം, ഈ സംഖ്യകളുടെ വ്യത്യാസം 48. അതായത് 5x-ഉം 8x-ഉം തമ്മിലുള്ള വ്യത്യാസം 48. സംഖ്യകൾ 5x-ഉം 8x-ഉം ആണ്, അവരുടെ വ്യത്യാസം 48. അപ്പോൾ 5x-ഉം 8x-ഉം തമ്മിലുള്ള വ്യത്യാസം 3x ആണ്. മക്കളെ, 3x ആണ് 48. ഇനി ഇതേ സ്ഥാനത്ത് ഈ സംഖ്യകളുടെ തുകയാണ് പറഞ്ഞതെങ്കിൽ 5x-ഉം 8x-ഉം കൂടെ കൂട്ടി 13x എന്ന് നമ്മൾ എഴുതും. ഇതേ സ്ഥാനത്ത് ഇവരുടെ ഗുണനഫലമാണ് പറഞ്ഞതെങ്കിൽ
5x-ഉം 8x കൂടെ ഗുണിച്ച് 40 എക്സ് സ്ക്വയർ എന്ന് എഴുതും. കാര്യം ഗുണിക്കുമ്പോൾ എക്സും സ്ക്വയർ ആവും, കൂട്ടുമ്പോഴും കുറയ്ക്കുമ്പോഴും അതില്ല. അപ്പൊ ഇവിടെ അവരുടെ വ്യത്യാസമാണ് 48. അപ്പോഴേ നമുക്ക് മനസ്സിലായി 5x-ഉം 8x-ഉം തമ്മിലുള്ള വ്യത്യാസം 3x ആണ് 48. 3x 48 ആണ്. എക്സ് എന്ന് പറയുന്നത് 48/3. ഇപ്പുറത്ത് പോയി ഡിവിഷൻ ആവും. 48-നെ 3 കൊണ്ട് ഭാഗിച്ച് എക്സിന്റെ വാല്യൂ 16 ആണ് എന്ന് നമുക്ക് മനസ്സിലാവും. എടാ മക്കളെ, എക്സ് 16 കിട്ടിയ നിനക്ക് ഇവിടെ നിന്ന് എന്തും ചെയ്യാം. നമ്മളോട് എന്തുവാ ചോദിച്ചേ? ചെറിയ സംഖ്യ. ചെറിയ സംഖ്യ നമുക്ക് എന്തായാലും അറിയാം 5x-ഉം 8x-ഉം ആണ്. അതിൽ ചെറിയ സംഖ്യ ചെറുതാ 5x ആണ്. അപ്പോൾ 5x ആണ് ചെറിയ സംഖ്യ. 5x കാണാൻ 5 × 16 80 ആണ് എന്ന് മനസ്സിലാവും. നിങ്ങളോട് വലിയ സംഖ്യ ചോദിച്ചാൽ അത് 8x ആണ്. എക്സ് 16 ആയ സ്ഥിതിക്ക് 8x എന്ന് പറഞ്ഞാൽ 8 × 16. 8 × 16 പൈറ്റിയെട്ട് 80, 6 48, 128 എന്ന് നമുക്ക് പറയേണ്ടി വരും. ഓക്കെ ആണ്. പക്ഷെ ഇവിടെ ചെറിയ സംഖ്യ ആണ് ചോദിച്ചേ. ചെറിയ സംഖ്യ 5x ആണ്. എക്സ് 16 ആയ സ്ഥിതിക്ക് 5x 5 × 16 80 ആണ് എന്ന് മനസ്സിലാവും. അപ്പൊ ചെയ്ത സ്റ്റെപ്പ് ഒന്നുകൂടെ. 5ഉം 8ഉമാണ് റേഷ്യോ. അപ്പോൾ ഒരു സംഖ്യ 5x, അടുത്ത സംഖ്യ 8x. അവരുടെ വ്യത്യാസം 48. 5x-ഉം 8x-ഉം തമ്മിലുള്ള വ്യത്യാസം 5x-ഉം 8x-ഉം തമ്മിലുള്ള വ്യത്യാസം 3x ആണ് 48. ചെറുതീന്ന് വലുതോ വലുതീന്ന് ചെറുതോ ഒന്നുമില്ല, ജസ്റ്റ് വ്യത്യാസം എടുക്കുക. വ്യത്യാസം 3x, അതാണ് 48. 3x 48 ആണ്. എക്സ് എന്ന് പറയുന്നത് 48/3 16 ആണ് എന്ന് മനസ്സിലാവും. എക്സ് 16 ആണ്. നമുക്ക് ചെറിയ സംഖ്യ വേണ്ടി. ചെറിയ സംഖ്യ 5x ആണ്. 5 × 16 80. ഇനി ചില ആളുകൾ ഇത് ഇങ്ങനെയും ചെയ്യും. രണ്ട് സംഖ്യകൾ 5:8 എന്ന് പറയുന്ന റേഷ്യോയിലാണ്. എന്ന് പറഞ്ഞാൽ സംഖ്യകൾ മൊത്തം 5ഉം 8ഉം 13 റേഷ്യോയാണ്. അതിൽ 5 റേഷ്യോ ഒരു സംഖ്യയും 8 റേഷ്യോ വേറൊരു സംഖ്യയുമാണ്. ഈ സംഖ്യകളുടെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ 5ഉം 8ഉം 3 റേഷ്യോയാണ്. 3 റേഷ്യോയാണ് വ്യത്യാസം. അത് 48 ആണ് എന്ന് മനസ്സിലാവും. എങ്ങനെ? ഒരു സംഖ്യ 5 റേഷ്യോ, അടുത്ത സംഖ്യ 8 റേഷ്യോ. ഇവർ തമ്മിലുള്ള വ്യത്യാസം 48 എന്ന് പറയുമ്പോൾ 5ഉം 8ഉം തമ്മിലുള്ള വ്യത്യാസം 3 റേഷ്യോയാണ് 48. എടാ മക്കളെ, 3 റേഷ്യോ 48 ആണ്. ഒരു റേഷ്യോ എന്ന് പറയുന്നത് 48/3 16 ആണ് എന്ന് മനസ്സിലാവും. ഒരു റേഷ്യോ 16 ആണ്. നിന്നോട് ചെറിയ സംഖ്യ ചോദിച്ചാൽ 5 റേഷ്യോ കാണണം. വലിയ സംഖ്യ ചോദിച്ചാൽ 8 റേഷ്യോ കാണണം. നിന്നോട് ചെറിയ സംഖ്യ ചോദിച്ചാൽ 5 റേഷ്യോ. ഒരു റേഷ്യോ 16 ആണ്. 5 റേഷ്യോ 5 × 16 80 ആണ് എന്ന് മനസ്സിലാവും. ഇവിടെ എക്സ് കൊടുത്തു, അവിടെ അത് കൊടുത്തില്ല എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഏതാ സൗകര്യം അത്. ഇതൊക്കെയാണ്. നന്നായിട്ട് മനസ്സിലായി എന്ന് കരുതുന്നു. അടുത്ത ചോദ്യം. ഒരു ക്ലാസ്സിലെ ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിലുള്ള അംശബന്ധം 3:2 ആണ്. ആൺകുട്ടികളുടെ എണ്ണം 24 ആയാൽ പെൺകുട്ടികളുടെ എണ്ണം എത്ര എന്നതാണ് ചോദ്യം. 2021 ചോദ്യം. അപ്പോൾ ഒരു ക്ലാസ്സിലെ ബോയ്സും ഗേൾസും തമ്മിലുള്ള അംശബന്ധം 3:2. അപ്പൊ ബോയ്സ് ഒറിജിനലി എത്രന്ന് ചോദിച്ചാൽ 3x ആണ്. ഗേൾസ് ഒറിജിനലി എത്രന്ന് ചോദിച്ചാൽ 2x ആണ്. കാര്യം എന്താ? ബോയ്സിന്റെ റേഷ്യോ 3, അപ്പോൾ ഒറിജിനൽ ബോയ്സ് 3x. ഗേൾസിന്റെ റേഷ്യോ 2, അപ്പോൾ ഒറിജിനൽ ഗേൾസ് 2x. ഇനി ആൺകുട്ടികളുടെ എണ്ണം നമ്മളോട് പറയുന്നു 24. അപ്പോഴേ നമ്മൾ നോക്കണം, എടാ ആൺകുട്ടികൾ 3x. ആൺകുട്ടികൾ 24 ആണ് എന്ന് പറയുമ്പോൾ ഉറപ്പിച്ചോളുക 3x ആണ് 24. അങ്ങനെയാണ് എക്സ് എന്ന് പറയുന്നത് 24/3 നമുക്ക് 8 ആണ് എന്ന് മനസ്സിലാവും. എടാ എക്സ് കിട്ടിയ നിനക്ക് ഇവിടുന്ന് എന്തും ചെയ്യാം. ഒന്നുകൂടെ നമ്മളോട് പറയുന്നു ആൺകുട്ടികളുടെ എണ്ണം 24. നമ്മൾ നോക്കി, എടാ ആൺകുട്ടികൾ 3x. ആൺകുട്ടികൾ 24 എന്ന് പറയുമ്പോൾ 3x 24.
അപ്പൊ എക്സ് എന്ന് പറഞ്ഞാൽ 24/3 8. എക്സ് 8 കിട്ടിയാൽ എന്തും ചെയ്യാം. നമ്മളോട് ചോദിച്ചേക്കുന്നു പെൺകുട്ടികളുടെ എണ്ണം. മക്കളെ, പെൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ 2x ആണ്. എക്സ് 8 ആണ്. 2x എന്ന് പറയുന്നത് 2 × 8 16 ആണ് എന്ന് മനസ്സിലാവും. പെൺകുട്ടികളുടെ എണ്ണം ഓപ്ഷൻ സി സെറ്റാണ്, 16. മുമ്പോട്ട് പോവാം. എന്തു പറയുന്നു? ഓക്കെ ആണോ? ഇനി അതല്ല, ഭാഗമാക്കി ചെയ്യുന്നവരെ ഇങ്ങനെ വേണേലും ചിന്തിക്കാം. ബോയ്സും ഗേൾസും 3:2 എന്ന റേഷ്യോയിലാണ് എന്ന് പറഞ്ഞാൽ ബോയ്സ് 2 ഭാഗം, ഗേൾസ് 3 ഭാഗം. ബോയ്സിന്റെ എണ്ണം 24 എന്ന് പറയുമ്പോൾ 3 ഭാഗമാണ് 24. 3 ഭാഗം 24 ആണ്. 1 ഭാഗം 24/3 8 എന്ന് മനസ്സിലാവും. 1 ഭാഗം 8 നിനക്ക് എന്തും ചെയ്യാം. നിന്നോട് ചോദിച്ചേക്കുന്നത് ഗേൾസിന്റെ എണ്ണമാണ്, പെൺകുട്ടികൾ മക്കളെ 2 ഭാഗം. 1 ഭാഗം 8 2 ഭാഗം 2 8 16 എന്ന് കിട്ടും. ഒരിടത്ത് എക്സ് ഉപയോഗിച്ചു, അവിടെ അത് ഉപയോഗിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ സൗകര്യം. അടുത്ത ചോദ്യം. രവി, റഹീം, ജോൺ എന്നിവർക്ക് 4500 രൂപയുടെ 2 ഭാഗവും 6 ഭാഗവും 4 ഭാഗവും യഥാക്രമം നൽകുന്നുവെങ്കിൽ ജോണിന് എത്ര രൂപ ലഭിക്കും എന്നതാണ് ചോദ്യം. 2023 ചോദ്യം, ടെക്സ്റ്റിലുള്ള. അതായത് രവി, പിന്നെ റഹീം, പിന്നെ ജോൺ, 3 പേര്. അവർക്ക് 4500 രൂപയുടെ മൊത്തം 4500 രൂപയാണ്. ഈ 4500 രൂപയുടെ 2 ഭാഗം രവിക്ക്, 6 ഭാഗം റഹീമിന്, 4 ഭാഗം ജോണിന്. 2 ഭാഗം രവിക്ക്, 6 ഭാഗം റഹീമിന്, 4 ഭാഗം ജോണിന് നൽകുന്നു. ഓക്കെ. അപ്പൊ രവിയും റഹീമും ജോണും പൈസ വീതിക്കുന്ന അംശബന്ധം എന്ന് പറയുന്നത് 2:6:4 ആണ്. നമുക്ക് വേണമെങ്കിൽ ഇത് ഒന്നുകൂടെ ഒന്ന് ചെറുതാക്കാം. ചെറുതാക്കിയില്ലേലും ഉത്തരം കിട്ടും. എന്നാലും ഞാൻ എൻ്റെ ഒരു സൗകര്യത്തിന് ഒന്നുകൂടെ ചെറുതാക്കി രവിയും റഹീമും ജോണും പൈസ വീതിക്കുന്ന അംശബന്ധം എന്ന് പറയുന്നത് 1:3:2. കാര്യം 2, 6, 4 നമുക്ക് വെട്ടി ചെറുതാക്കാം. ഇല്ലേ? ആലോചിച്ച് നോക്കി. ഇനി അങ്ങനെ ആക്കിയില്ലേലും നിങ്ങൾക്ക് കിട്ടുമോ? ഞാൻ പിന്നെ റേഷ്യോനെ കാണുമ്പോൾ ചെറുതാക്കാൻ എനിക്ക് തോന്നും, നമ്മൾ പലർക്കും തോന്നും. അതുകൊണ്ട് അങ്ങ് ചെറുതാക്കിയെന്നേ ഉള്ളൂ. അപ്പൊ രവി വീതിക്കുന്നത്, രവിക്ക് കിട്ടുന്നത് 1 റേഷ്യോയാണ്, റഹീമിന് കിട്ടുന്നത് 3 റേഷ്യോയാണ്, ജോണിന് കിട്ടുന്നത് 2 റേഷ്യോയാണ്. അപ്പൊ എക്സ് വെച്ച് പറഞ്ഞാൽ രവിക്ക് കിട്ടുന്ന പൈസ 1x, റഹീമിന് കിട്ടുന്ന പൈസ 3x, ജോണിന് കിട്ടുന്ന പൈസ 2x. ഓക്കെ ആണ്? ഇവിടെ വരെ ഓക്കെ ആണ്. നമുക്കെല്ലാവർക്കും അറിയാം അവര് വീതിച്ച മുഴുവൻ തുക 4900 ആണ്. അതായത് അവര് വീതിച്ച മുഴുവൻ തുക 4900. അപ്പൊ അവര് വീതിച്ചത് എത്ര? 1x രവി, 3x റഹീം, 2x ജോണ്. അപ്പൊ എല്ലാം കൂടെ ചേർത്ത് 4900 അല്ല, 4500. സോറി, 1x-ഉം 3x-ഉം 2x കൂടെ കൂട്ടി 6x ആണ് അവര് വീതിച്ച മുഴുവൻ തുക. ഈ 6x ആണ് നമ്മളോട് പറയുന്ന 4500. മക്കളെ, 6x 4500 ആണ്. എക്സ് എന്ന് പറയുന്നത് 4500/6. 4500/6 എന്ന് പറയുമ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം 6, 7, 42, 750 ആണ് എന്ന് മനസ്സിലാവും. എക്സ് 750 കിട്ടിയാ നിനക്ക് ഇവിടുന്ന് എന്തുവാടാ കണ്ടുപിടിക്കാൻ പറ്റാത്ത? എളുപ്പമല്ലേ? നമ്മളോട് ചോദിച്ചോ ജോണിന് എത്ര രൂപ ലഭിക്കും? എടാ മോനെ, ജോണിന് 2x ആ കിട്ടുക. 1x 750 ആണ്, ജോണിന് 2x. 2 × 750 1500 ആണ് എന്ന് നിസ്സംശയം പറയാം. ഓപ്ഷൻ ഡി ആണ്, സെറ്റാണ്. മുമ്പോട്ട് പോവാം. ഇവിടെ വരെ ഓക്കെ ആണ് എന്ന് വിശ്വസിക്കുന്നു. എന്നാലും ഒന്നുകൂടെ, രവി,
റഹീം, ജോൺ 3 പേർ. അവര് 4500 രൂപയാണ് ആകെ വീതിച്ചത് എന്ന് മനസ്സിലാവും. 4500. അതിൽ രവി വീതിച്ചത് 2 ഭാഗമായിട്ടും റഹീം വീതിച്ചത് 6 ഭാഗമായിട്ടും ജോൺ വീതിച്ചത് 4 ഭാഗമായിട്ടുമാണ്. 2x-ഉം 6x-ഉം 4x കൂടെ കൂട്ടി 10x ആണ്. ഈ പറയുന്ന പോലെ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ അങ്ങനെ 2x-ഉം 6x-ഉം 4x കൂടെ കൂട്ടുമ്പോൾ 12x എന്നുള്ള രീതിയിൽ പോയാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ റേഷ്യോയാണ്, നമുക്ക് അവരെ അങ്ങ് ചെറുതാക്കാം. രവിക്ക് കിട്ടിയത് 1 ഭാഗം, റഹീമിന് കിട്ടിയത് 3 ഭാഗം, ജോണിന് കിട്ടിയത് 4 ഭാഗം. ഇവരെ ചെറുതാക്കി. 2, 6, 4 ചെറുതാക്കാൻ പറ്റിയത് കൊണ്ട് ഞാൻ ചെറുതാക്കി. നിങ്ങൾ ചെറുതാക്കണം നിർബന്ധമൊന്നുമില്ല. അപ്പൊ നമുക്ക് മനസ്സിലായി രവി വീതിച്ച റേഷ്യോ 1. അപ്പൊ രവിക്ക് ഒറിജിനലി കിട്ടിയത് 1x. x എന്ന് എഴുതിയാലും മതി കേട്ടോ. റഹീം വീതിച്ച റേഷ്യോ 3. അപ്പൊ റഹീമിന് ഒറിജിനലി കിട്ടിയത് 3x. ഇനി ജോൺ വീതിച്ച റേഷ്യോ 4 വെട്ടുമ്പോൾ 2 ആവും. 4 വെട്ടുമ്പോൾ 2 ആവും. ജോൺ വീതിച്ച റേഷ്യോ 2. അപ്പൊ ജോണിന് ഒറിജിനലി കിട്ടുന്നത് 2x. ഓക്കെ ആണേ. അപ്പൊ നമുക്ക് മനസ്സിലായി 1x-ഉം 3x-ഉം 2x-ഉം ആണ് ഇവർക്ക് ആക്ച്വലി കിട്ടുന്ന പൈസ. നമുക്കെല്ലാവർക്കും അറിയാം ഇവര് വീതിക്കുന്നത് മക്കളെ 4500 ആണ് ആകെ. അപ്പൊ ആകെ ഇവരുടെ പൈസ എന്ന് പറഞ്ഞാൽ രവിക്ക് 1x, റഹീമിന് 3x, ജോണിന് 2x. അപ്പൊ ഇവർക്ക് ആകെ കിട്ടുക എന്ന് പറയുന്നത് 6x ആണ് ആകെ കിട്ടുക. ഈ 6x ആണ് നമ്മളോട് പറയുന്ന 4500. 6x 4500 ആണ്. x എന്ന് പറയുന്നത് 4500/6. നമുക്ക് പറയാം 750. x 750 കിട്ടിയ നമുക്കെല്ലാവർക്കും അറിയാം ജോണിന്റെ പൈസയാ ചോദിച്ചേ. ജോണിന് 2x ആണ്. x 750 ആണ്. 2x എന്ന് പറഞ്ഞാൽ 2 750 1500 ആണ് എന്ന് മനസ്സിലാവും. ഓപ്ഷൻ ഡി. ഇനി ഇവിടെ വരെ പോവാതെ ഇങ്ങനെ ചിന്തിക്കുന്ന ആളുകളുമുണ്ട്. ജോണിന്റെ പൈസ കാണാൻ ജോണിന്റെ റേഷ്യോയായ 2 ടോട്ടൽ റേഷ്യോയായ 6 × 4500 ഇത് ചെയ്താലും 1500 കിട്ടും. ഇനി റഹീമിന്റെ പൈസ കാണാൻ റഹീമിന്റെ റേഷ്യോയായ 3 ടോട്ടൽ റേഷ്യോയായ 6 × 4500. ഇനി രവിയുടെ പൈസ കാണാൻ രവിയുടെ റേഷ്യോയായ 1 ടോട്ടൽ റേഷ്യോയായ 6 × 4500. ഏത് ചെയ്താലും നിങ്ങൾക്ക് ഉത്തരത്തിലേക്ക് വരാം. ഇനി വേറെ ആളുകൾ മൊത്തം ഈ പറയുന്ന പോലെ 6 ഭാഗം 4500, 1 ഭാഗം 750 ആ രീതിയിലായിരിക്കും ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏതാ സൗകര്യം അത്. അടുത്ത് ഒരു ക്ലാസ്സിലെ പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും എണ്ണം 7:5 എന്ന അംശബന്ധത്തിലാണ്. ആൺകുട്ടികളുടെ എണ്ണത്തിനേക്കാൾ 8 കൂടുതലാണ് പെൺകുട്ടികളുടെ എണ്ണം. എങ്കിൽ ക്ലാസ്സിലെ ആൺകുട്ടികളുടെ എണ്ണം എത്ര എന്നതാണ് ചോദ്യം. മക്കളെ, ഈ ചോദ്യം ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയട്ടെ. നിങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ കൂടുതലും റേഷ്യോ, പ്രപ്പോർഷൻ അല്ലെങ്കിൽ ഏജ് ഇവിടെ എല്ലാം കൂടുതലെന്നോ കുറവെന്നോ ഒക്കെ കേട്ടു. മക്കളെ, കൂടുതലെന്നോ കുറവെന്നോ കണക്കി കേട്ടാലും ജീവിതത്തിൽ കേട്ടാലും അത് ഒരാളും മറ്റൊരാളും തമ്മിലുള്ള വ്യത്യാസമാണ്. അങ്ങ് പഠിച്ചു വെച്ചോണം. ഇപ്പൊ നിങ്ങളോട് ഇപ്പോൾ ഒരാൾ പറയാ എനിക്ക് നിന്നേക്കാൾ 5 വയസ്സ് കൂടുതലാണ്. സിംപിളി അവന്റെ വയസ്സും നിന്റെ വയസ്സും തമ്മിലുള്ള വ്യത്യാസം 5. നിങ്ങളോടിപ്പോൾ ഒരാൾ പറയാ എൻ്റെ ഇരിക്കുന്ന പൈസ നിന്റെ ഇരിക്കുന്നതിനേക്കാൾ 1000 രൂപ കുറവാണ്. സിംപിളി അവന്റെ പൈസയും നിന്റെ പൈസയും തമ്മിലുള്ള വ്യത്യാസം 1000. എൻ്റെ വെയിറ്റ് നിന്റെ വെയിറ്റിനേക്കാൾ 5 കിലോ കുറവാണ്. സിംപിളി എൻ്റെ വെയിറ്റും നിന്റെ വെയിറ്റും തമ്മിലുള്ള വ്യത്യാസം 5. കൂടുതലെന്നോ കുറവെന്നോ കണക്കി കേട്ടാലും ജീവിതത്തിൽ കേട്ടാലും അതങ്ങ് പഠിച്ചു വെച്ചോണം. അത് ഒരാളും മറ്റൊരാളും തമ്മിലുള്ള വ്യത്യാസമാണ്. നമ്മൾ എപ്പോഴും വീട്ടിൽ കേൾക്കാറില്ല നിന്റെ മാർക്ക് അവന്റെ മാർക്കിനേക്കാൾ കുറവാ എന്ന് പറഞ്ഞാൽ അവന്റെ മാർക്കും നിന്റെ മാർക്കും തമ്മിലുള്ള വ്യത്യാസം 5 അല്ലെ? ആ രീതി സിമ്പിൾ. അപ്പൊ ഇവിടെ നോക്കുക, പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും എണ്ണം 7:5 എന്ന അംശബന്ധത്തിലാണ്. അപ്പൊ ആദ്യം പെൺകുട്ടിയാണ്, രണ്ടാമതാണ് ആൺകുട്ടി. അത് ശ്രദ്ധിച്ചോണേ,
തിരിച്ചും മറിച്ചും ഒക്കെ വരാം. ആദ്യം പെൺകുട്ടിയാണ്, രണ്ടാമത് ആൺകുട്ടി. അവരുടെ റേഷ്യോ 7:5. അപ്പൊ നമുക്ക് മനസ്സിലായി പെൺകുട്ടികൾ ഒറിജിനലി 7x, ആൺകുട്ടികൾ ഒറിജിനലി 2x. ഓക്കെ, ഒറിജിനൽ ആക്കാൻ x കൊടുത്താൽ മതി. ആൺകുട്ടികളുടെ എണ്ണത്തിനേക്കാൾ 8 കൂടുതലാണ് പെൺകുട്ടികളുടെ എണ്ണം. അപ്പോഴേ നമ്മൾ മനസ്സിലാക്കിക്കോണം കൂടുതൽ. ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിലുള്ള വ്യത്യാസമാണ് 8. ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിലുള്ള വ്യത്യാസമാണ് 8. അത് മര്യാദയ്ക്ക് ഇങ്ങനെ വന്ന് പറഞ്ഞാൽ മതി, ഒന്ന് വളച്ചു പറഞ്ഞു എന്നേ ഉള്ളൂ. ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിലുള്ള വ്യത്യാസമാണ് 8. മക്കളെ, ആൺകുട്ടികൾ 5x, പെൺകുട്ടികൾ 7x. ഇവര് തമ്മിലുള്ള വ്യത്യാസം 2x ആണ്. 8 7x 5x 2x. അങ്ങനെയാണ് x എന്ന് പറയുന്നത് 8/2 4 മനസ്സിലാവും. x 4 കിട്ടിയ നമുക്ക് എന്താണാ ചെയ്യാൻ പറ്റാത്തത്? നമ്മളോട് ചോദിച്ചേക്കുന്നു ആൺകുട്ടികളുടെ എണ്ണം. മക്കളെ, ആൺകുട്ടികൾ ഇവിടോട്ട് നോക്ക്, 5x, x 4. അപ്പോ 5x എന്ന് പറഞ്ഞാൽ 5 × 4 20 എന്ന് മനസ്സിലാവും. ഓപ്ഷൻ സി. ഒന്നുകൂടെ പെട്ടെന്ന്, ആൺകുട്ടികളും പെൺകുട്ടികളും പെൺകുട്ടികൾ 7x, ആൺകുട്ടികളുടെ റേഷ്യോ 5x. ഇനി നമ്മളോട് പറയുന്നു ആൺകുട്ടികളുടെ എണ്ണത്തെക്കാൾ 8 കൂടുതലാണ് പെൺകുട്ടികളുടെ എണ്ണം. അപ്പോൾ ആൺകുട്ടിയും പെൺകുട്ടിയും തമ്മിലുള്ള വ്യത്യാസമാണ് 8. ആൺകുട്ടികൾ 7x, പെൺകുട്ടികൾ 5x. ഇവര് തമ്മിലുള്ള വ്യത്യാസം 2x. ഇതാണ് 8. 2x 8 x എന്ന് പറയുന്നത് 8/2 4. x 4 കിട്ടി. ഇനി നിന്നോട് ചോദിക്കുക പെൺകുട്ടിയുടെ എണ്ണം 7x 7 4 28. നിന്നോട് ചോദിക്കുക ആൺകുട്ടിയുടെ എണ്ണം 5x 4 20. നമ്മളോട് ചോദിച്ചേക്കുന്നു ആൺകുട്ടികളുടെ എണ്ണം, ആൺകുട്ടികൾ 5x 4 20. ഇനി റേഷ്യോ ആയിട്ട് എടുത്ത് ചെയ്യുന്നവർക്ക് ഇങ്ങനെയും ചെയ്യാം. പെൺകുട്ടികൾ ആൺകുട്ടികൾ 7:5 എന്ന് പറയുന്ന റേഷ്യോ അല്ല. ആൺകുട്ടികൾ 5 ഭാഗം, പെൺകുട്ടികൾ 7 ഭാഗം. ഇവരുടെ വ്യത്യാസം 8 എന്ന് പറയുമ്പോൾ 2 റേഷ്യോയാണ് 8. അപ്പൊ ഒരു റേഷ്യോ 8/2 4. നമ്മളോട് ആൺകുട്ടികളുടെ എണ്ണം ചോദിച്ചു, ആൺകുട്ടികൾ 5 റേഷ്യോയാണ്. ഒരു റേഷ്യോ 4, 5 റേഷ്യോ 4 20. ഏത് രീതി കൂടെ ചെയ്താലും ഓപ്ഷൻ സി. അടുത്ത്, നീലയും പച്ചയും ചായങ്ങൾ 3:5 എന്ന അംശബന്ധത്തിൽ കലർത്തി പുതിയ നിറം ഉണ്ടാക്കി. നീലയേക്കാൾ 12 ലിറ്റർ കൂടുതലാണ് പച്ച. എത്ര ലിറ്റർ നീല ചായമാണ് എടുത്തത് എന്നതാണ് ചോദിച്ചേക്കുന്നത്. കൊള്ളാമോ? ഇവിടെ നോക്കുക, നീലയും പച്ചയും, ബ്ലൂവും ഗ്രീനും 3:5 എന്ന അംശബന്ധത്തിൽ കലർത്തി പുതിയൊരു നിറം ഉണ്ടാക്കി. 3:5. അപ്പൊ നീലയും പച്ചയും. അപ്പോഴേ നമ്മൾ ഓർത്തോണം, നീല ഒറിജിനലി എത്ര കലർത്തി എന്ന് ചോദിച്ചാൽ 3x. പച്ച ഒറിജിനലി എത്ര കലർത്തി എന്ന് ചോദിച്ചാൽ 5x. കാര്യം നീലയുടെ റേഷ്യോ 3, നീല ഒറിജിനലി 3x. പച്ചയുടെ റേഷ്യോ 5, പച്ച ഒറിജിനലി 5x. ബ്ലൂ 3x, ഗ്രീൻ 5x. ഇനി എന്താ പറയുക? നീലയേക്കാൾ 12 ലിറ്റർ കൂടുതലാണ് പച്ച. അപ്പോഴേ കണക്ട് ചെയ്യുക. കൂടുതലെന്നോ കുറവെന്നോ കണക്കിൽ കേട്ടാലും ജീവിതത്തിൽ കേട്ടാലും ഒരാളും മറ്റൊരാളും തമ്മിലുള്ള വ്യത്യാസമാണ്. ഇവിടെ നീലയേക്കാൾ 12 ലിറ്റർ കൂടുതലാണ് പച്ച. നീലയും പച്ചയും തമ്മിലുള്ള വ്യത്യാസമാണ് 12. ആലോചിക്ക്, കൂടുതൽ. ഇവരുടെ വ്യത്യാസമാണ് 12. നീല 3x, പച്ച 5x. ഇവരുടെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ 2x. 2x ആണ് 12. അങ്ങനെയാണ് x എന്ന് പറഞ്ഞാൽ 12/2 6. x മക്കളെ 6. x 6. ഇനി നമുക്ക് എന്തും ചെയ്യാം. നമ്മളോട് ചോദിച്ചേക്കുന്നു എത്ര ലിറ്റർ നീലച്ചായമാണ് എടുത്തത്. x 6 കിട്ടിയാൽ നമുക്ക് എളുപ്പമാ. നീലച്ചായം ബ്ലൂ 3x. x 6, 3x എന്ന് പറഞ്ഞാൽ 3 × 6 18 ലിറ്റർ ആണ് എന്ന് മനസ്സിലാവും. ഓപ്ഷൻ ഡി. ചെയ്ത സ്റ്റെപ്പ് ഒന്നുകൂടെ. നീല 3x, പച്ച 5x. പച്ച 12 ലിറ്റർ കൂടുതലാ. നീലയും പച്ചയും തമ്മിലുള്ള വ്യത്യാസമാണ് 12. അതായത് 3x ഉം 5x ഉം തമ്മിലുള്ള വ്യത്യാസം.
2x ആണ് 12. 2x 12 ആണ്. x 12/2 6. ഇനി നമ്മളോട് ചോദിച്ചേക്കുന്നു നീലച്ചായം എത്ര? നീലച്ചായം 3x. x 12 ആണ്. 3x 3 6 18. നീ റേഷ്യോ വെച്ച് വേണേലും ചെയ്യാം, ചുമ്മാ. നീല പച്ച, നീല 3 റേഷ്യോ, പച്ച 5 റേഷ്യോ. ഇവരുടെ വ്യത്യാസമാണ് 12. ഇവരുടെ വ്യത്യാസം 3ഉം 5ഉം തമ്മിലുള്ള വ്യത്യാസം 2 റേഷ്യോയാണ് 12. 2 റേഷ്യോ 12 ആണ്. 1 റേഷ്യോ 12/2 6. 1 റേഷ്യോ 6. നമ്മളോട് നീല ചോദിച്ചു 3 റേഷ്യോ 3 6 18. പച്ച ചോദിച്ചു 5 റേഷ്യോ 5 6 30. ഏത് വേണേ നിങ്ങൾക്ക് സ്വീകരിക്കാം. ഓപ്ഷൻ ഡി ആണ്. 2023 ഫയർമാന്റെ പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ്. 126 പെൺകുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും എണ്ണങ്ങൾ തമ്മിലുള്ള അംശബന്ധം 3:5 ആണ്. ആൺകുട്ടികളുടെ എണ്ണം പെൺകുട്ടികളുടെ എണ്ണത്തേക്കാൾ എത്ര കൂടുതലാണ് എന്നതാണ് ചോദ്യം. ഈ കൂടുതലെന്ന് പറയുമ്പോഴേ ഓർത്തോണം, അപ്പോഴേ നമ്മൾ മൈൻഡിൽ അങ്ങ് പഠിച്ചു മാറിക്കോണം. കൂടുതൽ കുറവ് അത് ഉദ്ദേശിക്കുന്ന വ്യത്യാസമാണ്. ഓക്കെ, ഇനി ഇവിടെ എന്തോ പറയുന്നത്? 126 പെൺകുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ 126 പെൺകുട്ടികളുണ്ട്. അവിടെ പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും അംശബന്ധം 3:5. അപ്പൊ പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും അംശബന്ധം 3:5. അപ്പൊ മക്കളെ, പെൺകുട്ടികൾ ഒറിജിനലി 3x ആണെന്ന് നമുക്ക് മനസ്സിലാവും. ആൺകുട്ടികൾ ഒറിജിനലി 5x ആണെന്ന് മനസ്സിലാവും. നിങ്ങൾ ഇത്രയും ചോദ്യം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഏകദേശം ഒരു നാക്ക് നിങ്ങൾക്ക് മനസ്സിലായി. എക്സ് കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ ഒരു ഭാഗം കണ്ടുപിടിക്കാൻ എന്തെങ്കിലും ഒരു വഴി അവർ ഈ ചോദ്യത്തിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. നമ്മളോട് പറയുന്നു മൊത്തം 126 പെൺകുട്ടികൾ അവിടെ ഉണ്ട്. അപ്പോഴേ നോക്കി, എടാ പെൺകുട്ടികൾ 3x. പെൺകുട്ടികൾ 126 ഉണ്ട്. 3x ആണ് 126. 3x 126 ആണ്. x എന്ന് പറയുന്നത് 126/3 42 ആണ് എന്ന് മനസ്സിലാവും. x 42 ആണ്. നിനക്കിനി എന്തും ചെയ്യാം. നിന്നോട് ആൺകുട്ടികളുടെ എണ്ണമാ ചോദിച്ചേ. ആൺകുട്ടികൾ 5x. 5 × 42 ചെയ്താൽ മതി. നിങ്ങളോട് ടോട്ടൽ ആൺകുട്ടിയും പെൺകുട്ടിയും എത്രയാന്ന് ചോദിച്ചു. ആൺകുട്ടിയും പെൺകുട്ടിയും 3x-ഉം 5x-ഉം 8x. 8 × 42 ചെയ്താൽ മതി. നമ്മളോട് ഇവിടെ എന്തോ ചോദിച്ചേ? ആൺകുട്ടികളുടെ എണ്ണം പെൺകുട്ടികളുടെ എണ്ണത്തെക്കാൾ എത്ര കൂടുതലാണ്? സിമ്പിളി പറഞ്ഞാൽ ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിലുള്ള വ്യത്യാസമാണ് ചോദിച്ചേക്കുന്നത്. ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിലുള്ള വ്യത്യാസം, ആൺകുട്ടികൾ 3x ആണ്. പെൺകുട്ടികൾ 3x ആണ്. ആൺകുട്ടികൾ 5x ആണ്. ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 2x ആണ്. 2x. ഈ 2x ആണ് ചോദിച്ചേക്കുന്നത്. എടാ, x 42 ആണ്. 2x എന്ന് പറയുന്നത് 2 × 42 84 ആണെന്ന് മനസ്സിലാവും. ഓപ്ഷൻ ബി. സിമ്പിൾ പരിപാടി. ഒന്നുകൂടെ, ആൺകുട്ടികളും പെൺകുട്ടികളുടെ റേഷ്യോ 3. അപ്പൊ പെൺകുട്ടികൾ ഒറിജിനലി 3x. ആൺകുട്ടികളുടെ റേഷ്യോ 5. അപ്പോൾ ആൺകുട്ടികൾ ഒറിജിനലി 5x. പെൺകുട്ടികൾ മൊത്തം 126. അതായത് 3x ആണ് പെൺകുട്ടികൾ. അത് 126. അപ്പൊ x എന്ന് പറഞ്ഞാൽ 126/3 42. ഇനി നമ്മളോട് എന്താ ചോദിച്ചേക്കുന്നത്? ആൺകുട്ടികളുടെ എണ്ണം പെൺകുട്ടികളുടെ എണ്ണത്തെക്കാൾ എത്ര കൂടുതലാണ്? വ്യത്യാസം നമുക്കറിയാം. ഒരെണ്ണം 3x, ഒരെണ്ണം 5x. വ്യത്യാസം 2x ആണ്. x 42 ആണ്. 2x എന്ന് പറഞ്ഞാൽ 2 × 42 84 ആണ് എന്ന് മനസ്സിലാവും. ഓക്കെ ആണോ? സിമ്പിളായിട്ട് കിട്ടിയില്ലേ? അല്ലെ ആൺകുട്ടികളുടെ എണ്ണം കണ്ടുപിടിച്ച് അവരുടെ വ്യത്യാസം കണ്ടെത്തിയാലും മതി. അതിനേക്കാളും നല്ലത് സിമ്പിളായി ഇവരുടെ വ്യത്യാസം 2x ആണ്. 3x-ഉം 5x-ഉം. അപ്പോൾ അവരുടെ വ്യത്യാസം 2x ആണ്. ആ 2x-ഉം കണ്ടുപിടിച്ചാൽ മതി. ഇനി അല്ലാതെ ചെയ്യുന്നവരുമുണ്ട്. പെൺകുട്ടികൾ ഇവിടെ 3 റേഷ്യോയാണ്. ആൺകുട്ടികൾ ഇവിടെ 5 റേഷ്യോയാണ്. പെൺകുട്ടികളുടെ എണ്ണം 126 എന്ന് പറഞ്ഞു. അപ്പോഴേ ഉറപ്പിച്ചോണം 3 റേഷ്യോയാണ് 126. 3 റേഷ്യോ 126 ആണ്. 1 റേഷ്യോ 126/3 42. 1 റേഷ്യോ 42 ആണ്. നമ്മളോട് എന്തോ ചോദിച്ചേക്കുന്നത്? ആൺകുട്ടികളുടെ എണ്ണം പെൺകുട്ടികളുടെ എണ്ണത്തെക്കാൾ എത്ര കൂടുതലാണ്? ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിലുള്ള വ്യത്യാസം അത് 2 റേഷ്യോ. 1 റേഷ്യോ 42 ആണ്. 2 റേഷ്യോ 2 × 42
84 എന്ന് നിസ്സംശയം നമുക്ക് പറയാം. ഏത് വേണം നിങ്ങളുടെ സൗകര്യം. അടുത്ത ചോദ്യം, A:B സമം 3:4, B:C സമം 5:7, A:B:C എത്ര എന്നതാണ് ചോദ്യം. മക്കളെ, റേഷ്യോയെ ഒന്നിപ്പിക്കാനുള്ള ചോദ്യമാണ് ഇവിടെ. ശരിക്കും റേഷ്യോ പ്രപ്പോർഷൻ പഠിക്കുമ്പോൾ ഏറ്റവും ആദ്യം പഠിക്കേണ്ട കാര്യമാണ് ഇത്. ഇതറിയാത്തവരാരും തന്നെ ഇല്ല എന്ന് വിശ്വസിക്കുന്നു. ഏറ്റവും കൂടുതൽ റേഷ്യോ പ്രപ്പോർഷന് വന്നിട്ടുള്ള ചോദ്യം ഇതാണ്. നോക്കി, A:B നമ്മളോട് പറയുന്നു 3:4. ഇനി B:C നമ്മളോട് പറയുന്നു 5:7. നമുക്ക് ഈ 3 റേഷ്യോ കമ്പൈൻ ചെയ്ത് A:B:C ആണ് വേണ്ടിയത്. ഇങ്ങനെ എഴുതാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. A:B:C ആണ് വേണ്ടിയത്. അതുകൊണ്ട് നമ്മൾ A:B എഴുതി 3:4. ഇനി ആ ബിയുടെ താഴെയായിട്ട് B:C എഴുതി 5:7. ഇനി ഇവിടെ ഒരാളും വരണം, ഇവിടെ ഒരാളും വരണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. കാര്യം ഇവിടെ രണ്ടിടത്തും മിസ്സിങ് ആള്. തൊട്ടടുത്ത് 4 ഉണ്ടായതുകൊണ്ട് നമ്മൾ ഈ 4നെ ഇങ്ങോട്ടേക്ക് എഴുതി. തൊട്ടടുത്ത് 5 ഉണ്ടായതുകൊണ്ട് നമ്മൾ ഈ 5നെ ഇങ്ങോട്ടേക്ക് എഴുതി. അതായത് തൊട്ടടുത്ത് ആരാണോ അയാളെ അങ്ങോട്ടും ഇങ്ങോട്ടേക്കും നമ്മൾ എഴുതി. ഒന്നുകൂടെ ഇവിടുത്തെ ആള് ഒന്നുകൂടെ പറയുന്നു. തൊട്ടടുത്ത് 4 ഉണ്ടായതുകൊണ്ട് ഇവിടെയും നമ്മൾ 4 എഴുതി. തൊട്ടടുത്ത് 5 ഉണ്ടായതുകൊണ്ട് ഇവിടെയും നമ്മൾ 5 എഴുതി. ഇനി എയുടെ റേഷ്യോ കാണാൻ എയ്ക്ക് താഴെയുള്ള സംഖ്യകൾ ഗുണിക്കുക. 3 × 5 15. ബിയുടെ റേഷ്യോ കാണാൻ ബിക്ക് താഴെയുള്ള സംഖ്യകൾ ഗുണിക്കുക. 4 × 5 20. സിയുടെ റേഷ്യോ കാണാൻ സിക്ക് താഴെയുള്ളവരെ ഗുണിക്കുക. 4 × 7 28. അപ്പം നമ്മുടെ റേഷ്യോ റെഡിയായി. 15:20:28 ഓപ്ഷൻ എ ആണ് ഉത്തരം. ഇത് നിങ്ങൾ പല രീതിയിൽ ചെയ്യാം. ചില ആളുകൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ട്. കുഴപ്പമൊന്നുമില്ല, 100% അത് ശരിയാണ്. പിന്നെ 3 റേഷ്യോയിൽ കൂടുതലൊക്കെയാണ് ഈ വരച്ച് ചെയ്യുന്ന പരിപാടി കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആവും വരയ്ക്കാനായിട്ട്. ഈ ഒരു മെത്തേഡാണ് അങ്ങോട്ടും ഇങ്ങോട്ടും എഴുതുന്ന പരിപാടിയാണെങ്കിൽ എത്ര വലിയ റേഷ്യോ ആയാലും നമുക്ക് ഈസി ആയിട്ട് കമ്പൈൻ ചെയ്യാൻ പറ്റും. അടുത്ത ചോദ്യം, A:B നമ്മളോട് പറയുന്നു 5:7. നമ്മൾ അങ്ങോട്ട് എഴുതി. B:C നമ്മളോട് പറയുന്നു 6:11. നമ്മൾ ബിയുടെ താഴെയായിട്ട് എഴുതി 6:11. മക്കളെ, ഇവിടെ ഒരാൾ വരണം, ഇവിടെ ഒരാൾ വരണം. പിന്നെ തൊട്ടടുത്ത് 7. അപ്പൊ നമ്മൾ അവിടോട്ട് ഒരു 7 അങ്ങോട്ട് എഴുതി. പിന്നെ തൊട്ടടുത്ത് 6. അപ്പൊ നമ്മൾ ഇവിടെ 6 എഴുതി. ഇങ്ങനെ നോക്കരുത്. തൊട്ടടുത്ത് 7 അവിടെ 7, തൊട്ടടുത്ത് 6 ഇവിടെ 6. തൊട്ടടുത്ത് 7 അപ്പൊ ഇവിടെ 7 കൊടുത്തു. തൊട്ടടുത്ത് 6 ഇവിടെ 6 കൊടുത്തു. എയുടെ റേഷ്യോ കാണാൻ എയ്ക്ക് താഴെയുള്ളവരെ ഗുണിച്ചു. 5 6 30. ബിയുടെ റേഷ്യോ കാണാൻ ബിക്ക് താഴെയുള്ളവരെ ഗുണിച്ചു. 7 6 42. സിയുടെ റേഷ്യോ കാണാൻ സിക്ക് താഴെയുള്ളവരെ ഗുണിച്ചു. 11 7 77. നമ്മുടെ ഉത്തരം 30:42:77 ആണ്. ഓപ്ഷൻ സി ആണ്, സെറ്റാണ്. മുമ്പോട്ട് പോകാം. ഇനി എങ്ങാനും ഈ ആൻസർ ഓപ്ഷനിൽ കണ്ടില്ല എന്നങ്ങ് വെക്കുക. ഉറപ്പിച്ചോളുക അവരതിനെ വെട്ടിച്ചെറുതാക്കിയതായിരിക്കും. ഇത് പിന്നെ വെട്ടിച്ചെറുതാക്കാൻ പറ്റാത്തതുകൊണ്ട് ഇവിടെ വെച്ച് നിർത്തിയെന്നേ ഉള്ളൂ. ചില ക്വസ്റ്റിന് വെട്ടിച്ചെറുതാക്കാനൊക്കെ പറ്റും. അവിടെ നിങ്ങൾ വെട്ടിച്ചെറുതാക്കിയായിരിക്കും ചിലപ്പോൾ ഓപ്ഷനിൽ വരുന്നത്. ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇനി മക്കളെ, ഈ 4 റേഷ്യോ വരുവാണെങ്കിൽ ഇതെങ്ങനെയാ കമ്പൈൻ ചെയ്യുക എന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. നോക്കിക്കോണേ. A:B എന്ന് പറയുന്നത് 1:2, B:C എന്ന് പറയുന്നത് 1:3, C:D എന്ന് പറയുന്നത് 2:3. ഇതെങ്ങനെ കമ്പൈൻ ചെയ്ത് A:B:C:D ആക്കാം എന്നാണ് പറയാൻ പോകുന്നത്. അപ്പം നമ്മൾ എഴുതി A:B:C:D. A:B നമ്മളോട് പറയുന്നു 1:2, B:C നമ്മളോട് പറയുന്നു 1:3. ഇതിന്റെ താഴെയായിട്ട് ഇനി C:D നമ്മളോട് പറയുന്നു 2:3. ഇത്ര എഴുതാൻ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ആർക്കും യാതൊരു വിധമായ ബുദ്ധിമുട്ടുമില്ല എന്ന് വിശ്വസിക്കുന്നു. ഇനി ഇതിന്റെ ഒരു കിടപ്പോഷം വെച്ച് ഇവിടെ ഒരാള്, ഇവിടെ ഒരാള്, ഇവിടെ ഒരാള്, ഇവിടെ ഒരാള്, ഇവിടെ 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 ഇത്ര ആള് വരണം. നമ്മളൊരു 0 വെട്ട് കളിക്കുന്ന ലാഘവത്തി ഇതങ്ങോട്ട് ഫില്ല് ചെയ്യാൻ പോവുക. ഇവന്റെ തൊട്ടടുത്ത് 2 സൈഡിലോട്ട് നോക്കുക. അപ്പൊ ഇവിടെയും 2 എഴുതി, ഇവിടെയും 2.
അതായത് ശരിക്കും പറഞ്ഞാൽ ഈ രണ്ട് അവിടെ അവിടോട്ടും കൊടുത്തു. ഇവിടെ വരണം. തൊട്ടടുത്ത് 3 നമ്മൾ ഇവിടെയും കൊടുത്തു 3. തൊട്ടടുത്ത് 1 ഇവിടെയും കൊടുത്തു 1. തൊട്ടടുത്ത് 2 ഉണ്ട്. കണ്ടോ, പരിപാടി കഴിഞ്ഞു. എയുടെ റേഷ്യോ കാണാൻ എക്ക് താഴെയുള്ളവരെല്ലാം ഗുണിച്ചു 2. ബിയുടെ റേഷ്യോ കാണാൻ ബിക്ക് താഴെയുള്ളവരെ ഗുണിച്ചു 4. സിയുടെ റേഷ്യോ കാണാൻ സിക്ക് താഴെയുള്ളവരെ ഗുണിച്ചു 12. ഡിയുടെ റേഷ്യോ കാണാൻ ഡിക്ക് താഴെയുള്ളവരെല്ലാം ഗുണിച്ചു 18. ഇനി ഇവരെ എല്ലാം കൂടെ നമുക്ക് ഒന്നുകിൽ ഓപ്ഷൻ്റെ അകത്തിൽ 2:4:12:18 ആയിരിക്കും. ഇനി അല്ലെങ്കിൽ അവരതിനെ ചെറുതാക്കിയതായിരിക്കും. ഈ 4ഉം നമുക്ക് 2 കൊണ്ട് ചെറുതാക്കാം. 1 ആവും, ഇത് 2 ആവും, ഇത് 6 ആവും, ഇത് 9 ആവും. സോ നമ്മുടെ ഉത്തരം 1:2:6:9 സെറ്റാണ്. വെട്ടുമ്പോൾ ഒരു കാര്യം പറയുന്നു, എല്ലാരെയും ഒരുമിച്ച് വെട്ടാമെങ്കിൽ മാത്രമേ വെട്ടാവൂ, അല്ലെങ്കിൽ ഈ പരിപാടിക്ക് പോകരുത്. ഇവിടെ 4 പേരെയും ഒരുമിച്ച് വെട്ടാം 2 കൊണ്ട്. അതുകൊണ്ട് ആ വെട്ടി ചെറുതാക്കി 1:2:6:9 എന്ന് നമ്മൾ എടുത്തു. അടുത്ത ചോദ്യം, A:B നമ്മളോട് പറയുന്നു 5:2. B:C നമ്മളോട് പറയുന്നു 3:7. A:C ആണ് വേണ്ടത്. നോക്കിക്കോണേ, A:B നമ്മളോട് പറയുന്നു 5:2. B:C നമ്മളോട് പറയുന്നു 3:7. മക്കളെ, നമുക്ക് A:B:C അല്ല വേണ്ടത്, എന്നാലും നമ്മളതൊന്ന് കണ്ടുപിടിക്കാം. തൊട്ടടുത്ത് 2 വന്ന് ഇവിടെ 2, തൊട്ടടുത്ത് 3 വന്ന് ഇവിടെ 3. എയുടെ റേഷ്യോ കാണാൻ 5 × 3 15. ബിയുടെ റേഷ്യോ കാണാൻ 2 × 3 6. സിയുടെ റേഷ്യോ കാണാൻ 2 × 7 14. നമ്മളോട് ഇവിടെ A:B:C അല്ല ചോദിച്ചേക്കുന്നത്. ജസ്റ്റ് ആദ്യത്തെ റേഷ്യോയായ എയും അവസാനത്തെ റേഷ്യോയായ സിയും മാത്രം മതി. നോക്കേ, A:B:C ആണ് ഇവിടെ. ഇവിടെ നമ്മളോട് ചോദിച്ചേക്കുന്നു ആദ്യത്തെ റേഷ്യോയായ എയും അവസാനത്തെ റേഷ്യോയായ സിയും മാത്രം മതി. അപ്പം നമ്മൾ ആദ്യത്തെ റേഷ്യോയായ 15 എഴുതി, അവസാനത്തെ റേഷ്യോയായ 14 എഴുതി. നമ്മുടെ ഉത്തരം A:C മാത്രം ചോദിച്ചുകൊണ്ട് 15:14 എന്ന് പറയാം. ഓപ്ഷൻ എ ആണ്. ഇങ്ങനെയാണ് ഈ സാധനം വളരെ പ്രോപ്പറായി ചെയ്യുക. ഇനി ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ. നിങ്ങളോട് ആരെങ്കിലും എപ്പോഴെങ്കിലും ഏതെങ്കിലും റേഷ്യോ കോമ്പിനേഷനിൽ ആദ്യത്തെ റേഷ്യോയും അവസാനത്തെ റേഷ്യോയും മാത്രമാണ് ചോദിക്കുന്നതെങ്കിൽ, എല്ലായിടത്തും അല്ല, ഇവിടെ നോക്ക്, ആദ്യത്തെ റേഷ്യോയും അവസാനത്തെ റേഷ്യോയും മാത്രമാണ് ചോദിച്ചത്. കണ്ടോ, ആദ്യത്തെ റേഷ്യോയും അവസാനത്തെ റേഷ്യോയും മാത്രമാണ് ചോദിക്കുന്നതെങ്കിൽ തന്നിരിക്കുന്ന റേഷ്യോ നേരെ താഴോട്ട് എഴുതുക. എന്നിട്ട് അങ്ങ് ഗുണിക്കുക. I3 15 ആദ്യത്തെ റേഷ്യോ ആയി, 2 7 14 അവസാനത്തെ റേഷ്യോ ആയി. നമ്മുടെ ഉത്തരം 15:14. മക്കളെ, എല്ലായിടത്തും അല്ല, ആദ്യത്തെ റേഷ്യോയും അവസാനത്തെ റേഷ്യോയും മാത്രമാണ് ചോദിക്കുന്നതെങ്കിൽ റേഷ്യോ നേരെ താഴോട്ട് എഴുതുക, ഗുണിക്കുക. റേഷ്യോ നേരെ താഴോട്ട് എഴുതുക, ഗുണിക്കുക. ഇത്രയേ ഉള്ളൂ. ആദ്യത്തെ റേഷ്യോ കിട്ടി, അവസാനത്തെ റേഷ്യോ കിട്ടി. ഇതുപോലെ ഞാൻ ഒരു ഉദാഹരണങ്ങളൂടെ പറയാം. ഒരു ഉദാഹരണൂടെ. A:B നമ്മളോട് പറയുന്നു 1:5. B:C നമ്മളോട് പറയുന്നു 2:3. C:D നമ്മളോട് പറയുന്നു 1:4. നമ്മളോട് ചോദിച്ചേക്കുക A:D എത്ര? ചോദ്യം മനസ്സിലായോ? A:B പറഞ്ഞു, B:C പറഞ്ഞു, C:D പറഞ്ഞു. നമ്മളോട് പക്ഷെ ചോദിച്ചേക്കുന്ന A:B:C:D ഒന്നുമല്ല, ആദ്യത്തെ റേഷ്യോയായ എയും അവസാനത്തെ റേഷ്യോയായ ഡിയും മാത്രം. വേണമെങ്കിൽ നമുക്ക് എ, ബി, സി, ഡി ഒരുമിച്ചുള്ള റേഷ്യോ കണ്ടുപിടിച്ച് എയും ഡിയും എടുത്തെഴുതാം. അതിൽ യാതൊരു തെറ്റുമില്ല. പക്ഷേ മക്കളെ, ആദ്യത്തെ റേഷ്യോയും അവസാനത്തെ റേഷ്യോയും മാത്രമാണ് കാണാൻ ചോദിക്കുന്നതെങ്കിൽ നമ്മൾ ഈ റേഷ്യോ നേരെ താഴോട്ട് എഴുതുക. 1:2 5, 2:3 1:4. ഈ റേഷ്യോ നേരെ താഴോട്ട് എഴുതുക. ആദ്യത്തെ റേഷ്യോയ്ക്ക് ആദ്യത്തെ നിരയിലുള്ളവരെ എല്ലാം ഗുണിക്കുക. 2 വന്നു, ഇതെല്ലാം കൂട്ടി 4 എന്നൊന്നും എഴുതി വെക്കരുത്, ഗുണിക്കുക. 1 2 2, 2 1 2. ഇനി 5 3 4 ഗുണിച്ച് 60 വന്നു. 2:60 ഇത് വെട്ടിക്കളഞ്ഞ്
1:30 സെറ്റാണ്, മുമ്പോട്ട് പോവാം. അപ്പൊ മക്കളെ, നിങ്ങളോട് ആദ്യത്തെ റേഷ്യോയായ എയും അവസാനത്തെ റേഷ്യോയായ ഡിയും മാത്രം ചോദിച്ചാൽ നേരെ താഴോട്ട് എഴുതുക, ആദ്യത്തെ നിരയിലൂടെ ഗുണിക്കുക, അവസാനത്തെ നിരയിലൂടെ ഗുണിക്കുക, എടുത്തെഴുതുക. നമ്മുടെ ഉത്തരം 1:30 പക്ക ക്ലിയർ ആണ്. അടുത്ത് 2024 ചോദിച്ച ചോദ്യം, എയുടെ 30% ബിയുടെ 20% തുല്യമായാൽ ഈ സാധനത്തിന്റെ വില എത്ര എന്നതാണ് ചോദ്യം. A+B B-A വില എത്ര എന്നതാണ് ചോദ്യം. അപ്പൊ ഈ ചോദ്യം അവിടെ നിൽക്കട്ടെ. നമുക്കാദ്യം ഇതൊന്ന് സോൾവ് ചെയ്ത് എയുടെയും ബിയുടെയും വാല്യൂ കണ്ടുപിടിക്കാം. എന്തുവാ പറയുന്നത്? എയുടെ 30% അതെങ്ങനെയാ കാണുന്നത്? A × 30/100. ബിയുടെ 20% അതെങ്ങനെയാ കാണുന്നത്? B × 20/100 തുല്യമാണ് എന്നാ പറയുന്നത്. എയുടെ 30% എന്ന് പറഞ്ഞാൽ A × 30/100, ബിയുടെ 20% എന്ന് പറഞ്ഞാൽ B × 20/100 തുല്യമാണ് എന്നാണ് പറയുന്നത്. ഇനി നിങ്ങളത് രണ്ട് സൈഡ് സൂക്ഷിച്ച് നോക്കിയാൽ ഇവിടെയും ഇവിടെയും 100 അങ്ങ് ക്യാൻസൽ ആവും. 100 കണ്ടോ? കാര്യം അവിടെയും താഴെ 100 ഉണ്ട്, ഇവിടെയും താഴെ 100 ഉണ്ട്. ക്യാൻസൽ ചെയ്യാം. എന്തിനാ ഇവരെ ഇങ്ങനെ കൊണ്ടുപോകുന്നത്? എന്തായാലും വെട്ടി കൊല്ലാനുള്ളവന്മാരാ. അപ്പൊ ആദ്യമേ നീ അങ്ങ് പൊക്കോ എന്ന് പറയുന്നതാ നല്ലത്. ഒക്കെ വെട്ടി. ഇനി 30A = 20B എന്ന് വന്നു. റേഷ്യോ പ്രപ്പോർഷൻ നന്നായി പഠിച്ചവർക്കറിയാം, ഇതങ്ങ് തിരിച്ചും മറിച്ച് വിട്ടാൽ മതി. ഇങ്ങനെ വരുവാണ് എക്ക് ബിയും ബിക്ക് എയും മതി എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. റേഷ്യോ പ്രപ്പോർഷൻ നല്ല വ്യക്തമായിട്ട് പഠിച്ചിട്ടുണ്ട്. ടൈം ആൻഡ് വർക്കിലെ ഹാൻഡ് കണ്ടീഷനിൽ ഇത് നല്ല സൂപ്പർ ആയിട്ട് പറയുന്നുണ്ട്. A:B കാണാൻ എക്ക് ബിയുടെ 20 ബിക്ക് എയുടെ 30 കൊടുത്താൽ മതി. എന്നാലും പോട്ടെ, ഞാൻ ഇങ്ങോട്ട് എഴുതി. എ ഇവിടെ ഓൾറെഡി ഒരു എ ഉണ്ട്. ഈ ബി ഇവിടേക്ക് വരുമ്പോൾ A/B ആവും. ഇവിടെ ഓൾറെഡി ഒരു 20 ഉണ്ട്. ഈ 30 ഇവിടേക്ക് വരുമ്പോൾ 20/30 ആവും. ചെയ്ത സ്റ്റെപ്പ് ഒന്നുകൂടെ. ഇവിടെ ഓൾറെഡി ഒരു എ ഉണ്ട്. ഞാൻ ഈ ബി എ ഇങ്ങോട്ട് വരുമ്പോൾ B എന്നാവും. ഇവിടെ ഓൾറെഡി ഒരു 20 ഉണ്ട്. ഈ 30നെ അപ്പുറത്തേക്ക് വിടുമ്പോൾ by30 ആവും. അതായത് അക്ഷരങ്ങളെല്ലാം ഒരു സൈഡിലും സംഖ്യകളെല്ലാം വേറെ സൈഡിലും. ഈ 0 പോയി. ഇവിടെ വെച്ച് തന്നെ കളഞ്ഞാലും മതി 0. അപ്പൊ A/B എന്ന് പറയുന്നത് 2/3 ആണ്. ഇത് കൺവേർട്ട് ചെയ്താൽ നമുക്ക് മനസ്സിലാവും A:B എന്ന് പറയുന്നത് 2:3 ആണ്. കാര്യം A/B എന്ന് പറഞ്ഞാൽ A:B ആണ്. X/Y എന്ന് പറഞ്ഞാൽ X:Y ആണ്. M/N എന്ന് പറഞ്ഞാൽ M:N ആണ്. അതേപോലെ A/B എന്ന് പറയുന്നത് 2/3 ആണ്. അപ്പൊ ഇത് കൺവേർട്ട് ചെയ്ത് നമുക്ക് മനസ്സിലാവും A:B എന്ന് പറയുന്നത് 2:3 ആണ് എന്ന് വ്യക്തമായി മനസ്സിലാവും. ഇനി നിങ്ങൾ നല്ലവണ്ണം ഒന്ന് ആലോചിച്ച് നോക്ക്. ഇനി ഇവിടെ നിന്ന് എന്ത് ചോദിച്ചാലും നീ എയുടെ സ്ഥാനത്ത് 2ഉം ബിയുടെ സ്ഥാനത്ത് 3ഉം കൊടുത്താൽ മതി. ചോദ്യം എന്തും വന്നോട്ടെ, എയുടെ സ്ഥാനത്ത് 2ഉം ബിയുടെ സ്ഥാനത്ത് 3ഉം കൊടുത്താൽ മതി. എന്തും വന്നോട്ടെ. നമ്മളോട് എന്തോ ചോദിച്ചേ? A+B = B-A ആണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. അപ്പൊ ഇവിടെ A+B, A 2, B 3. അപ്പൊ 2 + 3 = 3 - 2. 2ഉം 3ഉം കൂടെ കൂട്ടിയ 5. 3-ന്ന് 2 പോയാ 1. നമുക്ക് പറയാം 5:1 ആണ് ഉത്തരം. ഓപ്ഷൻ ഡി ആണ്. സെറ്റാണ്. മുമ്പോട്ട് പോവാ. ചെയ്ത സ്റ്റെപ്പ് ഒന്നുകൂടെ. എയുടെ 30% A × 30/100, ബിയുടെ 20% B × 20/100 തുല്യമാണ്. രണ്ട് സൈഡും 100 പോയി. 30A = 20B എന്ന് വന്നു. മക്കളെ, ഇങ്ങനെ വന്ന റേഷ്യോ പ്രപ്പോർഷനിൽ ഒരു എളുപ്പ വഴിയാണ്. ഇങ്ങനെ വന്ന A:B എന്ന് പറയുന്നത് എക്ക് ബിയുടെ നേരെയുള്ള 20ഉം ബിക്ക് എയുടെ നേരെയുള്ള 30ഉം തിരിച്ചും മറിച്ചും എടുത്താൽ മതി. എക്ക് ബിയുടെ 20ഉം ബിക്ക് എയുടെ 30ഉം നമ്മൾ എങ്ങനെ ചെയ്താലും എൻ്റെ അതായിക്കോളും. ഇത് വെട്ടിക്കളയുമ്പോൾ നമുക്ക് കിട്ടും
A:B എന്ന് പറയുന്നത് 2:3 പ്രോപ്പർലി ചെയ്താലും ഇത് തന്നെയാ വരിക, അല്ലാതെ ചെയ്താലും ഇത് തന്നെയാ വരിക. ഒന്നുകൂടെ 30A = 20B. അപ്പൊ A:B എന്ന് പറയുന്നത് ശരിക്കും സ്റ്റെപ്പ് A/B = 20/30. A/B എന്ന് പറഞ്ഞാൽ A:B ആണ്. 20:30 വെട്ടിക്കളഞ്ഞ് 2:3. ഇങ്ങനെ കണ്ട കണ്ണും പൂട്ടി എഴുതിക്കോണം. A:B എന്ന് പറയുന്നത് എക്ക് ബിയുടെ നേരെയുള്ള 20ഉം ബിക്ക് എയുടെ നേരെയുള്ള 30ഉം. ഇത് വെട്ടിക്കളഞ്ഞ് A:B എന്ന് പറയുന്നത് നമുക്ക് 2:3 എന്ന് മനസ്സിലാവും. അതായത് എയുടെ റേഷ്യോ 2, അതായത് ബിയുടെ റേഷ്യോ 3. ഇനി ഇവിടെ നിന്ന് എന്തു കുന്തം ചോദിച്ചാലും എക്ക് 2ഉം ബിക്ക് 3ഉം അങ്ങ് കൊടുക്കുക. സിമ്പിളാ. എക്ക് 2ഉം ബിക്ക് 3ഉം. A+B 2+3 നമുക്ക് മനസ്സിലായ 5. B - A 3 - 2 നമുക്ക് മനസ്സിലായി 1. നമ്മുടെ ഉത്തരം വളരെ സിമ്പിളായി കിട്ടി. 5:1 സെറ്റാണ്. മുമ്പോട്ട് പോവാം. ഇനി പേഴ്സൻറ്റേജിനെ റേഷ്യോ ആക്കാനുള്ള ഒരു എളുപ്പവഴി ഞാൻ നമ്മുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള റേഷ്യോ പ്രൊപ്പോർഷന്റെ ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ആ എളുപ്പവഴി അറിയാവുന്നവർക്ക് ഇത് കുറച്ചുകൂടെ വേഗത്തിൽ കിട്ടും. നമ്മൾ അന്ന് പേഴ്സൻറ്റേജിനെ റേഷ്യോ ആക്കാൻ പഠിപ്പിച്ചതാണ് എയുടെ 20%, ബിയുടെ 30% തുല്യം. ഇവന്മാരെ ചെറുതാക്കിയിട്ട് തിരിച്ചിട്ടാ മതി. ചോദ്യം എങ്ങനെയായിരുന്നു? എയുടെ 30%, ബിയുടെ 20% തുല്യം. പേഴ്സൻറ്റേജിനെ റേഷ്യോ ആക്കാൻ ഇവരെ വെട്ടിച്ചെറുതാക്കിയിട്ട് തിരിച്ചിട്ടാ മതി എന്ന് ഒരു എളുപ്പവഴി ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അത് അറിയാവുന്നവർക്ക് ഇത്രയൊന്നും പോവാതെ ഈസി ആയിട്ട് വേണേലും കിട്ടും. എയുടെ 30ഉം ബിയുടെ 20ഉം. 30ൽ 0 പോയാൽ 3:2. തിരിച്ചിടുമ്പോൾ 2:3 എന്ന് എഴുതിയാൽ ഒറ്റ അടിക്ക് വേണേലും കിട്ടും. എന്നിട്ട് ഇതിനകത്ത് കൊണ്ട് കൊടുത്താലും മതി. അടുത്ത ചോദ്യം 1/x = 1/y = 1/z എന്ന് പറയുന്നത് 2:3:5 ആയാൽ x = y = z എത്രയാവും എന്നതാണ് ചോദ്യം. നോക്കിക്കോണേ. 1/x = 1/y = 1/z എന്ന് പറയുന്നത് 2:3:5 ആണ്. നമുക്ക് x = y = z കാണണം. മക്കളെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം x = y = z കാണണ്ടേ. പക്ഷെ ഈ ഫോമിലാണ് കിടക്കുന്നത്. 1/x = 1/y = 1/z. എടാ പിള്ളേരെ, ഇവന്മാരെ അങ്ങ് തിരിച്ചാല് നമുക്ക് വേണ്ടിയ ഫോം ആവത്തില്ലേ? x = y = z എന്ന് വരും. അതായത് 1/x തിരിച്ചാ x ആവും. കാര്യം x/1 എന്ന് പറഞ്ഞാൽ x തന്നെയല്ലേ. 1/y തിരിച്ചാ y ആവും. 1/z തിരിച്ചാ z ആവും. നമുക്ക് വേണ്ടിയ ഫോമിലാവും. കാര്യം 1/z തിരിച്ചുമ്പോൾ z/1 ആവും. z/1 എന്ന് പറഞ്ഞാൽ z തന്നെ. പക്ഷെ ഒരു കുഴപ്പമുണ്ട്. നിങ്ങളിൽ കുറച്ചു പേര് ചിന്തിക്കും, സാർ അങ്ങനൊക്കെ തിരിക്കാൻ പറ്റുമോ? തിരിക്കാം. എല്ലായിടത്തും ഒരുപോലെ തിരിക്കണം. അതായത് ഈ ചോദ്യത്തിൽ ഇവന്മാരെ തിരിക്കുവാണ്, അവന്മാരും തിരിയും. അതായത് ഇപ്പൊ ഒരു വീട്ടിൽ 3 പിള്ളേരുണ്ട്, അല്ല 2 പിള്ളേരുണ്ട്. 2 പിള്ളേർക്ക് ഒരാൾക്ക് മാത്രം പരിപ്പുവട കൊണ്ട് കൊടുക്കാൻ പറ്റത്തില്ല. ആലോചിച്ച് നോക്ക്. ഇവന് പരിപ്പുവട കൊടുത്ത ഇവനും പരിപ്പുവട കൊടുത്തേ പറ്റൂ. ഇവനെ തിരിച്ച ലവനെയും തിരിക്കണം. അതാണ് റൂള്. കൊടുക്കുമ്പോ തുല്യമായിട്ട് കൊടുക്കണം. അപ്പൊ ഇവനെ നമ്മൾ തിരിച്ചു. അപ്പൊ x = y = z കിട്ടി. അപ്പൊ നമ്മൾ ലവനെയും തിരിച്ചു. 2നെ തിരിച്ചു 1/2 3നെ തിരിച്ചു 1/3 5നെ തിരിച്ചു 1/5. ഇനി x = y = z എന്ന് പറയുന്നത് 1/2 1/3 1/5 ആണ്. പക്ഷെ ഇങ്ങനെ ഒരു സാധനം ഓപ്ഷനിൽ ഇല്ല. ഉണ്ടോ? ഇങ്ങനെ ഒരു സാധനം ഓപ്ഷനിൽ ഇല്ല. ആലോചിച്ച് നോക്ക്. ഇങ്ങനെ. അപ്പൊ നമ്മൾ എന്തുവാ ചെയ്യുന്നത്? മക്കളെ, ഭിന്നസംഖ്യയായിട്ട് പൊതുവെ റേഷ്യോ എഴുതാറില്ല. ഭിന്നസംഖ്യയായിട്ടുള്ള റേഷ്യോ മാറ്റാനായിട്ട്, അതായത് അംശവും ഛേദവും വരുന്ന റേഷ്യോ മാറ്റാനായിട്ട് ഛേദത്തിന്റെ LCM എടുത്ത് ഓരോരുത്തരെയും ഗുണിച്ചാൽ മതി. അപ്പൊ ഇവിടെ ഛേദം ആരാ? 2, 3, 5. മക്കളെ, ഛേദത്തിന്റെ നിങ്ങളോട് എല്ലാവരോടും പൊതുവായി പറയാണ്, മക്കളെ ഭിന്നസംഖ്യയായി ഫ്രാക്ഷനായി വരുന്ന റേഷ്യോ മാറ്റാൻ താഴത്തെ മേളിൽ ആരും ആയിക്കോട്ടെ
ഛേദത്തിന്റെ എൽസിയം എടുത്ത് ഓരോരുത്തരെയും ഗുണിക്കുക. ഇവിടെ 2ന്റെ 3ന്റെ എൽസിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 30 എന്ന് മനസ്സിലാവും. അല്ലെങ്കിൽ 2 അല്ലെങ്കിൽ പൊതുവായിട്ടൊരു ഗുണിതം എടുത്ത് അല്ലെങ്കിൽ 3 ഗുണിച്ചിട്ട് അതുകൊണ്ട് ചെയ്താലും ഇവിടെ തെറ്റത്തില്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. 2ന്റെ 3ന്റെ 5ന്റെ എൽസിയം 30. ആ 30 നമ്മൾ ഇവിടെയും ഗുണിക്കണം, ഇവിടെയും ഗുണിക്കണം, ഇവിടെയും ഗുണിക്കണം. ഇവിടെ ഗുണിക്കുമ്പോൾ ഈ സാധനം 15 ആവും, ഇവിടെ ഗുണിക്കുമ്പോൾ ഈ സാധനം 10 ആവും, ഇവിടെ ഗുണിക്കുമ്പോൾ ഈ സാധനം 6 ആവും. നമ്മുടെ ഉത്തരം 15:10:6 സെറ്റാണ്. ഓപ്ഷൻ ഡി ആണ്. പൊത്തിപ്പിടിച്ച് ഗുണിച്ചാലും മതി. ക്ലാസ്സുകൾ ഡീറ്റെയിൽ ആയിട്ട് കണ്ട ആളുകൾക്ക് ഇത് കുറച്ചുകൂടെ കിട്ടി കാണും. ഒന്നുകൂടെ 1/x=1/y=1/z വില നമ്മളോട് പറയുന്നു 2:3:5. നമുക്ക് x:y:z കാണണം. നമുക്ക് പക്ഷെ 1/xഉം 1/yഉം 1/z തന്നേക്കുന്നത്. അപ്പൊ x:y:z കാണാൻ നമ്മൾ വേണ്ട ഇവന്മാരെ അങ്ങ് തിരിക്കുക. 1/x തിരിച്ചാൽ x/1 ആവും, അതായത് x ആവും. താഴെ 1 വന്ന് നമ്മൾ എഴുതേണ്ട കാര്യമില്ല. 1/y തിരിച്ചാൽ y/1 എന്ന് പറഞ്ഞാൽ y ആവും. 1/z തിരിച്ചാൽ z/1 എന്ന് പറഞ്ഞാൽ z ആവും. പക്ഷേ അവന്മാരെ തിരിച്ചാൽ അവന്മാരെയും തിരിച്ചേ പറ്റൂ. 2നെ തിരിച്ചിട്ടാ 1/2 ആവും, 3നെ തിരിച്ചിട്ടാ 1/3 ആവും, 5നെ തിരിച്ചിട്ടാ 1/5 ആവും. ഈ ഉത്തരം ഓപ്ഷൻ്റെ അകത്തിലുണ്ടെങ്കിൽ നമുക്ക് ടിക്ക് ചെയ്യാം. ഇല്ല, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഭിന്നസംഖ്യയായിട്ട് ഒരു റേഷ്യോ വന്നാൽ അത് പൊതുവെ ഓപ്ഷൻ്റെ അകത്ത് കാണത്തില്ല. നമ്മൾ ഭിന്നസംഖ്യ മാറ്റണം. പൊതു റൂളാണ്, ഭിന്നസംഖ്യയായിട്ട് റേഷ്യോ വന്നാൽ ആ ഛേദത്തിന്റെ എൽസിയം എടുത്തിട്ട് ഓരോ റേഷ്യോനെയും ഗുണിക്കാം. അംശം മേളിൽ ആര് വന്നാലും നമുക്ക് വിഷയമല്ല, ആരേലും വന്നോട്ട് കുഴപ്പമില്ല. പക്ഷെ താഴെയുള്ളവന്മാരുടെ എൽസിയം 2, 3, 5. 2ന്റെ 3ന്റെ എൽസിയം എടുത്താൽ അത് 30 കിട്ടും. ഇനി എൽസിയം എടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ശരിക്കും പറയല്ല, ഈ ചോദ്യത്തിൽ 2ഉം 3ഉം 6, 6, 5, 30. പൊതുവായിട്ട് ഇവരുടെ ഒരു ഗുണിതം എടുത്ത് ഓരോരുത്തടത്ത് ഗുണിച്ചാലും മതി. കുറച്ചുകൂടെ വെട്ടി ചെയ്യണം എന്നേ ഉള്ളൂ ചില കേസിൽ. 2ന്റെ 3ന്റെ 5ന്റെയും എൽസിയം 60 ആണ്. 30 ഇവിടെ കൊടുത്തു, 30 ഇവിടെ കൊടുത്തു, 30 ഇവിടെയും കൊടുത്തു, 3 ഗുണിച്ചു. അപ്പൊ ഇത് 15 ഇത് 10 ഇത് 6 നമ്മുടെ ഉത്തരം 15:10:6 എന്ന് നിസ്സംശയം നമുക്ക് പറയാം. ഓക്കെ ആണോ? അപ്പൊ ഈ റൂള് ഞാൻ ഒന്നുകൂടെ പറയുന്നു. x:y:z ഇത് കിട്ടി. ഭിന്നസംഖ്യയായിട്ട് റേഷ്യോ വന്നാൽ ആ ഭിന്നം മാറ്റാനായിട്ട് ഛേദത്തിന്റെ താഴത്തെ എൽസിയം എടുക്കുക, അല്ലെങ്കിൽ ഇവരുടെ 3 പേരുടെ ഒരു ഗുണിതം എടുക്കുക, എന്നിട്ട് ഓരോ സംഖ്യയും കൊണ്ട് ഗുണിക്കുക. ഛേദത്തിന്റെ എൽസിയം എടുത്ത് ഓരോ റേഷ്യോനും ഗുണിച്ചാലും ഉത്തരം കിട്ടും. ഓപ്ഷൻ ഡി. ഒരു സംഖ്യയുടെ 2/3 ഭാഗം മറ്റൊരു സംഖ്യയുടെ 3/4 ഭാഗത്തിന് തുല്യമായാൽ സംഖ്യകൾ തമ്മിലുള്ള അംശബന്ധം എത്രയാണ് എന്നതാണ് ചോദ്യം. 2023 ചോദിച്ച 10th മെയിൻസ് പരീക്ഷയുടെ ചോദ്യമാണ്. ഇത് നമുക്ക് പല രീതിയിൽ ചെയ്യാം. ഒരു സംഖ്യയെ നമുക്ക് n1 എന്നും അടുത്ത സംഖ്യയെ നമുക്ക് n2 എന്നും എടുക്കാം. അല്ലെങ്കിൽ ആദ്യത്തെ സംഖ്യയെ നമുക്ക് a എന്നും രണ്ടാമത്തെ സംഖ്യയെ നമുക്ക് b എന്നും എടുക്കാം. എയും ബിയും കുറച്ചുകൂടെ കംഫർട്ടബിൾ എന്ന് തോന്നുന്നു. ഒരു സംഖ്യയുടെ 2/3 ഭാഗം, ആദ്യത്തെ സംഖ്യ a ആണ്. എയുടെ 2/3 ഭാഗം എന്ന് പറഞ്ഞാൽ 2/3 × a. ഇനി രണ്ടാമത്തെ സംഖ്യ b ആണ്. മറ്റൊരു സംഖ്യയുടെ 3/4 ഭാഗം എന്ന് പറഞ്ഞാൽ 3/4 × b. ഇത് രണ്ടും തുല്യമാണ് എന്നാണ് നമ്മളോട് പറയുന്നത്. ഒന്നുകൂടെ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയി എഴുതാം. ഒരു സംഖ്യ a, രണ്ടാമത്തെ സംഖ്യ b, മറ്റൊരു സംഖ്യ. ഒരു സംഖ്യയുടെ 2/3 ഭാഗം എന്ന് പറഞ്ഞാൽ 2/3 × a. മറ്റൊരു സംഖ്യയുടെ 3/4 ഭാഗം എന്ന് പറഞ്ഞാൽ 3/4 × b. അതായത് 2/3 ഭാഗം എന്ന് പറഞ്ഞാൽ ഇൻറ്റു 2/3 ആ. 3/4 ഭാഗം എന്ന് പറഞ്ഞാൽ ഇൻറ്റു 3/4 ആ. ഒന്നുകൂടെ ഒരു സംഖ്യ a, അതിൻ്റെ 2/3 ഭാഗം 2/3 × a. മറ്റേ സംഖ്യ b,
അതിൻ്റെ 3/4 ഭാഗം 3/4 ഇൻറ്റു ബി, ഇത് രണ്ടും മക്കളെ തുല്യമാണ് എന്നാണ് പറയുന്നത്. ഇത് കുറച്ചുകൂടെ നമുക്ക് പറ്റുന്ന പരുവത്തിൽ എഴുതിയ 2a/3 ഈക്വൽ ടു 3b/4 എന്ന് നമുക്ക് എഴുതാം. ഓക്കെ ആണോ? 2a/3 ഈക്വൽ ടു 3b/4 എന്ന് നമുക്ക് എഴുതാം. കാര്യം 2a/3 3b/4. ഇനി ഇത് ക്രോസ് ചെയ്താൽ നമുക്ക് മനസ്സിലാവും 2aയും 4 ഗുണിച്ച 8a ഈക്വൽ ടു 3bയും ബിയുടെ ഗുണിച്ച 9b എന്ന് നമുക്ക് എഴുതാം. അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് കിട്ടും 8a സമം 9b എന്ന് നമുക്ക് കിട്ടും. ഇനി ഇത് വളരെ പ്രോപ്പറായി എങ്ങനെയാ ചെയ്യുന്നത്? 7 നമ്മൾ ഇവിടോട്ട് നിർത്തി, ഈ ബി എ ഇങ്ങോട്ട് വിട്ട a/b ആവും. ഇനി ഇവിടെ ഈ സൈഡിൽ ഓൾറെഡി ഒരു 9 ഉണ്ട്, ഈ 8നെ ഇങ്ങോട്ട് വിട്ട 9/8 ആവും. a/b എന്ന് പറയുന്നത് 9/8 ആണ്. അപ്പൊ a/b എന്ന് പറയുന്നത് 9:8 ആണ് എന്ന് മനസ്സിലാവും. ഓപ്ഷൻ ഡി. ഒന്നുകൂടെ, ഇവിടെ a ഉണ്ട്, ഈ b ഇങ്ങോട്ട് വിട്ട a/b ആവും. ഇവിടെ ഓൾറെഡി 9 ഉണ്ട്, ഈ 8 ഇങ്ങോട്ട് വിട്ട 9/8 ആവും. a/b 9/8 ആണ്, a/b എന്ന് പറയുന്നത് 9:8 ആണ് എന്ന് സിമ്പിളായിട്ട് കിട്ടും. ഇനി അതല്ല, മുമ്പേ ഞാൻ നിങ്ങളോട് പറഞ്ഞ ആ ഷോർട്ട് കട്ട് നമുക്ക് ഇവിടെ ഉപയോഗിക്കാം. 8a സമം 9b. അങ്ങനെയാണ് a/b എന്ന് പറയുന്നത് എക്ക് ബിയുടെ നേരെ കിടക്കുന്ന 9ഉം ബിക്ക് എയുടെ കൂടെ കിടക്കുന്ന 8ഉം. നമുക്ക് പറയാം a/b എന്ന് പറയുന്നത് 9:8. ഇത് ഒരുപാടിടത്ത് പ്രയോഗിക്കാം. ഒന്നുകൂടെ, 8a സമം 9b. a/b കാണാൻ എക്ക് ബിയുടെ 9ഉം ബിക്ക് എയുടെ 8ഉം. a/b എന്ന് പറയുന്നത് 9:8 ആണ്. ഓപ്ഷൻ ഡി ആണ് അടുത്ത ചോദ്യം. 2023 CPO WCPOയുടെ ചോദ്യം. ഒരു തൊഴിൽ സ്ഥാപനത്തിലെ പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും എണ്ണം 6:5 എന്ന അംശബന്ധത്തിലാണ്. അതിൽ 1/10 സ്ത്രീകൾ പിരിഞ്ഞു പോയാൽ ഇപ്പോഴത്തെ അംശബന്ധം എത്ര എന്നതാണ് ചോദ്യം. നല്ലൊരു ചോദ്യം. ഒരു തൊഴിൽ സ്ഥാപനത്തിലെ പുരുഷന്മാരുടെ സ്ത്രീകളുടെ എണ്ണം 6:5 എന്ന അംശബന്ധത്തിലാണ്. ഇപ്പോൾ ഒരു സ്ഥാപനത്തിൽ പുരുഷന്മാർ എത്ര ഉണ്ടെന്ന് നമുക്ക് അറിയത്തില്ല, സ്ത്രീകൾ എത്ര ഉണ്ടെന്ന് നമുക്ക് അറിയില്ല. പക്ഷെ അവരുടെ റേഷ്യോ 6:5 ആണ്. ഇനി ഇതിൻ്റെ അകത്തുനിന്ന് 1/10 സ്ത്രീകൾ പിരിഞ്ഞുപോയി. ഓക്കെ, അങ്ങനെയാണ് ബാക്കി ഇപ്പോൾ ഉള്ളതിൻ്റെ അംശബന്ധം എത്ര എന്നാണ് ചോദ്യം. മക്കളെ, എനിക്ക് പൊതുവേ ഒരു കാര്യം പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ, ചിലപ്പോൾ പേഴ്സൻറ്റേജും റേഷ്യോയും കൂടെ ഒരുമിച്ച് വരുന്ന ചോദ്യം ഉണ്ടാവും. ചിലപ്പോൾ റേഷ്യോയും ഭിന്നസംഖ്യയും കൂടെ ഒരുമിച്ച് വരുന്ന ചോദ്യം ഉണ്ടാവും. ഇവിടെ കണ്ടോ, റേഷ്യോയും ഭിന്നസംഖ്യയും കൂടെ ചേർന്ന് വരിക. ഇനി ചില ക്വസ്റ്റ്യൻ്റെ അകത്തിൽ റേഷ്യോയും പേഴ്സൻറ്റേജും കൂടെ ചേർന്ന് വരും. അപ്പം ഇങ്ങനെയുള്ള കേസിൽ എപ്പോഴും നമ്മൾ ആ റേഷ്യോനെ 100ന്റെ ഗുണിതമാക്കി മാറ്റിയാൽ കുറച്ചുകൂടെ കാൽക്കുലേഷൻ എളുപ്പമാണ്. അപ്പം 6ന്റെ 1/10 ഒക്കെ എടുക്കാടോ, കുഴപ്പമൊന്നുമില്ല, പക്ഷെ പോയിന്റായി മാറുമെന്നേ ഉള്ളൂ. അപ്പം ഇവിടെ പുരുഷന്മാരുടെയും, അതായത് മെന്നിൻ്റെയും വുമണിൻ്റെയും റേഷ്യോ 6:5. അപ്പം നമ്മൾ മെന്നിനെ 600 എന്നും വുമണിനെ നമ്മൾ 500 എന്നും എടുത്തു. ബുദ്ധിമുട്ടുണ്ടോ? മെന്നിനെ 600 എന്നും വുമണിനെ നമ്മൾ 500 എന്നും എടുത്തു. എന്തുകൊണ്ടാ? പുരുഷന്മാരുടെ സ്ത്രീകളുടെ എണ്ണം 6:5 ആണ്. അപ്പൊ പുരുഷന്മാരുടെ റേഷ്യോ 6 ആണ്, സ്ത്രീകളുടെ റേഷ്യോ 5 ആണ്. ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടി പുരുഷന്മാരെ നമുക്ക് 600 എന്ന് എടുക്കാം, സ്ത്രീകളെ നമുക്ക് 500 എന്ന് എടുക്കാം. കാര്യം ഇവിടെ എക്സാക്ട് നമ്പർ ഒന്നും നമ്മളോട് പറഞ്ഞിട്ടില്ല. സോ നമുക്ക് ഇഷ്ടമുള്ള 6:5 വരുന്ന ഏത് നമ്പറും നമുക്ക് എടുക്കാം. പിന്നെ 600 500 ഒക്കെ ആണെങ്കിൽ 100ന്റെ ഗുണിതമാണ്, വെട്ടാൻ എളുപ്പം, അതുകൊണ്ട് നമ്മൾ അതങ്ങ് എടുത്തു. അപ്പൊ പുരുഷന്മാരുടെ എണ്ണം 600, സ്ത്രീകളുടെ എണ്ണം 500 ആണെന്ന് നമുക്ക് മനസ്സിലായി. അതിൽ 1/10 സ്ത്രീകള് പിരിഞ്ഞുപോയി. അപ്പൊ നമുക്ക് ഉറപ്പാണ് പുരുഷന്മാർ അത് തന്നെയാ, 600 തന്നെ.
ഇനി 500 സ്ത്രീകളുണ്ട്, അതിൽ 1/10 അങ്ങ് പോയി. അപ്പൊ 500ന്റെ 1/10 എന്ന് പറഞ്ഞാൽ 500 ഗുണം 1/10 50 50 അങ്ങ് പോയി. 500ൽ നിന്ന് 50 പോയിട്ട് ബാക്കി 450 സ്ത്രീകൾ ഇപ്പോൾ ഉണ്ട്. ഒന്നുകൂടെ, സ്ത്രീകൾ 500 അതിൻ്റെ 1/10 പോയി. 500ന്റെ 1/10 എന്ന് പറഞ്ഞാൽ 500 ഗുണം 1/10, അതായത് 50 പോയി. 500ൽ നിന്ന് 50 പോയാ ബാക്കി 450 സ്ത്രീകൾ അവിടെയുണ്ട്. ഇനിയും വേറൊരു വഴിയും കൂടെ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചതാണ്. 500ന്റെ 1/10 പോയാ ബാക്കി അവശേഷിക്കുന്നത് 500ന്റെ 9/10 ആണ്. അത് ചെയ്താലും ഒറ്റയടിക്ക് നമുക്ക് 450 2 സ്റ്റെപ്പ് ചെയ്യാതെ വേണേലും കിട്ടും. ആലോചിച്ച് നോക്ക്. അതായത് 500ന്റെ 10 പോയി, ബാക്കി എത്ര ഉണ്ട്? 500ന്റെ 10 അവിടെ ബാക്കിയുണ്ട്. അങ്ങനെ ചെയ്താലും മതി. എങ്ങനെ വേണേ ചെയ്യാം, നിങ്ങളുടെ സൗകര്യം. ഇപ്പോ പുരുഷന്മാർ 600 തന്നെയാണ്, സ്ത്രീകൾ പക്ഷേ 450 ഉള്ളൂ. ഇപ്പോഴത്തെ അംശബന്ധമാണ് ചോദിച്ചേക്കുന്നത്. അതായത് 600ഉം 450ഉം തമ്മിലുള്ള റേഷ്യോ. 2 സൈഡിൽ നിന്നും 0 പോയി. 60ഉം 45ഉം നമുക്ക് 15 കൊണ്ട് വെട്ടാം, 5 കൊണ്ട് വെട്ടാം, 3 കൊണ്ട് വെട്ടാം, നിങ്ങളുടെ സൗകര്യം. എന്തായാലും കൊല്ലണം. പല 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 വെട്ട് വെട്ടിയാലും നമ്മൾ ഒരിടത്തേക്കാണ് പോകുന്നത്. ഒറ്റ വെട്ടിന് കൊന്നാലും ഒരിടത്തേക്കാണ് പോകുന്നത്. ഇപ്പൊ വലിയ നമ്പർ കൊണ്ട് വെട്ടാൻ അറിയാമെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടെ എളുപ്പം. 60ഉം 45ഉം 15 കൊണ്ട് വെട്ടാം. രണ്ടും നമുക്ക് 15 കൊണ്ട് ഹരിക്കാം. 60നെ 15 കൊണ്ട് ഹരിച്ചാൽ 4, 45നെ 15 കൊണ്ട് ഹരിച്ചാൽ 3. നമ്മുടെ ഉത്തരം 4:3, ഓപ്ഷൻ ബി സെറ്റ്. ഒന്നുകൂടെ, നമ്മൾ ഈ പെർസെൻറ്റേജ് റേഷ്യോ അതുപോലെ ഭിന്നസംഖ്യ റേഷ്യോ ഇങ്ങനൊക്കെ വരുന്ന ചോദ്യമാണെങ്കിൽ നമ്മൾ ആ റേഷ്യോനെ 100ന്റെ ഗുണിതത്തിലേക്ക് മാറ്റുക. പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാനില്ല. 2 0 കൂടെ വന്ന് വെട്ടുമ്പോൾ ആ റേഷ്യോ കിട്ടിക്കോളും. അപ്പൊ ഇവിടെ പുരുഷന്മാരുടെ റേഷ്യോ 6, പുരുഷന്മാർ 600 എടുത്തു. സ്ത്രീകളുടെ റേഷ്യോ 5, സ്ത്രീകളെ നമുക്ക് 500 എടുത്തു. ഇനി ഇതിൽ നിന്നും 1/10 സ്ത്രീകൾ പിരിഞ്ഞു പോയി. അപ്പോഴേ ഉറപ്പിച്ചോണം പുരുഷന്മാർ 600 തന്നെയാണ്. അതവിടെ നിന്നു. അവരെന്തേലും ഉണ്ടെങ്കിൽ ക്വസ്റ്റിന് പറയും, നമ്മളത് ചെയ്യും. ഇനി സ്ത്രീകൾ 500 ആയിരുന്നു, അതിൽ നിന്ന് 1/10 പോയി. 500ന്റെ 1/10 എന്ന് പറഞ്ഞാൽ 500 ഗുണം 1/10 50 പോയി. 500ൽ നിന്ന് 50 പോയിട്ട് ബാക്കി 450 സ്ത്രീകൾ അവിടെ ഉണ്ട്. മൊത്തം 600 പുരുഷന്മാർ, 450 സ്ത്രീകൾ. ഇവരുടെ റേഷ്യോ എടുത്തപ്പോ 4:3, ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം. ഒരു നിശ്ചിത വസ്തു പിക്കും ക്യൂവിനുമായി 21:81 എന്ന അംശബന്ധത്തിൽ വീതിച്ചു. അനുപാതത്തിൽ വിഭജിച്ചാൽ ആകെത്തുകയുടെ എത്ര ഭാഗമായിരിക്കും പിക്ക് ലഭിക്കുക? 2021 10th പ്രിലിംസിന് ഇതുപോലത്തെ 3 ചോദ്യം ഉണ്ടായിരുന്നു. 3 നമ്മൾ ചെയ്യും. അതായത് ഒരു തുക, ആ തുക എത്രയാണെന്നൊന്നും നമുക്കറിയത്തില്ല. അത് പിക്കും ക്യൂവിനുമായി 21:81 എന്ന റേഷ്യോയിൽ വീതിച്ചു. നമ്മുടെ ആദ്യത്തെ പരിപാടി എന്താന്ന് വെച്ചാൽ ഈ 21:81 വെട്ടി ചെറുതാക്കാൻ പറ്റുമെങ്കിൽ അങ്ങ് ചെറുതാക്കുക. അങ്ങനെ ചെറുതാക്കി ഇല്ലേലും ഉത്തരം കിട്ടൂടാ. പക്ഷെ നമ്മൾ വലിയ നമ്പർ പിന്നൊക്കെ ചെറുതാക്കേണ്ടി വരും. അതിലും നല്ലത് 21:81 നമുക്ക് മനസ്സിലായി വെട്ടി ചെറുതാക്കാം. 21:81 3 വെച്ച് വെട്ടി ചെറുതാക്കിയാൽ ഇത് 7 ആവും. 81നെ 3 വെച്ച് വെട്ടി ചെറുതാക്കിയാൽ ഇത് 27 ആവും. അപ്പൊ പിയും ക്യൂവും വീതിച്ച അംശബന്ധം എന്ന് പറയുന്നത് 7:27 ആണ്. പിയും ക്യൂവും പൈസ വീതിച്ച അംശബന്ധം 7:27 ആണ്. അതായത് മൊത്തം 7ഉം 27ഉം 34 ഭാഗം. അതിൽ 7 ഭാഗം പിക്ക്, 27 ഭാഗം ക്യൂവിന്. അപ്പൊ പിയുടെ ഷെയർ എത്രന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം 7/34. ക്യൂവിന്റെ ഷെയർ എത്രന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം 27/34. നമ്മളോട് ചോദിച്ചു ആകെത്തുകയുടെ എത്ര ഭാഗമാണ് പിക്ക് കിട്ടുക? പിയുടെ ഷെയർ ആണ്. പിയുടെ ഷെയർ എന്ന് പറഞ്ഞാൽ 7/34 ആണ്. ഓപ്ഷൻ സി ആണ്, സെറ്റാണ്. മുമ്പോട്ട് പോവാം. അപ്പൊ ഒന്നുകൂടെ, പിയും ക്യൂവും 7:27 ആണ്. 7/34 ആണ്.
21:81 എന്ന റേഷ്യോയിൽ വീതിച്ചു. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് മൊത്തം 21:81 ചേർത്ത് 102 ഭാഗമാണ്. ആ 102 ഭാഗത്തിൽ 21 ഭാഗം പിക്ക് 21/102, 81/102 എന്നൊക്കെ നമുക്ക് ചെയ്യാം. പിന്നെ വലിയ നമ്പർ വരുമ്പോൾ ഇത് വെട്ടാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. അതിലും നല്ലത് ആദ്യമേ അങ്ങ് വെട്ടുക. പിയും ക്യൂവും 21:81 കണ്ടപ്പോഴേ നമുക്ക് മനസ്സിലായി 21:81 നമുക്ക് വെട്ടി ചെറുതാക്കാം 3 വെച്ച്. അപ്പൊ 7:27 അപ്പൊ പിയും ക്യൂവും പൈസ വീതിക്കുന്ന അംശബന്ധം എന്ന് പറയുന്നത് 7:27 അതായത് മൊത്തം 34 ഭാഗം 7ഉം 27. അതിൽ 7 ഭാഗം പിക്ക്, 27 ഭാഗം ക്യൂവിന്. നമ്മളോട് എന്തുവാ ചോദിച്ചേക്കുന്നത്? ആകത്തുകയുടെ എത്ര ഭാഗമാണ് പിക്ക് ലഭിക്കുക? പിക്ക് 7 ഭാഗം എത്രല്ല? ടോട്ടൽ 34. ടോട്ടൽ അടിയിൽ 7/34 ഓപ്ഷൻ സി. ഇനി ക്യൂവിന്റെ ഷെയർ ആണ്. ക്യൂവിന്റെ റേഷ്യോ 27, ആകെ 34. 27/34 എന്ന് പറയാം. ഇവിടെ നമ്മളോട് ചോദിച്ചത് പിയുടേതാണ്, സെറ്റാണ്. ഓപ്ഷൻ സി 7/34. അടുത്ത്, ഒരു നിശ്ചിത വസ്തു 8:2 എന്ന അനുപാതത്തിൽ വിഭജിക്കുമ്പോൾ എക്ക് ബിയേക്കാൾ എത്ര ഭാഗമായിരിക്കും കൂടുതൽ കിട്ടുക എന്നതാണ് ചോദ്യം. അപ്പോഴേ ഓർത്തോളുക, എയും ബിയും പൈസ വീതിച്ച അംശബന്ധം 8:2. ഇത് കണ്ടാൽ തന്നെ നമുക്കറിയാം ഇവരെ വെട്ടിച്ചെറുതാക്കാൻ പറ്റും. വെട്ടിച്ചെറുതാക്കിയില്ലേലും കുഴപ്പമൊന്നുമില്ല. മൊത്തം 10 ഭാഗം, അതിൽ 8 ഭാഗം എക്ക്, 2 ഭാഗം ബിക്ക് എന്ന് നമുക്ക് മനസ്സിലാവും. എന്നാലും വെട്ടി അങ്ങ് ചെറുതാക്കുക. 8ഉം 2ഉം കൂടെ വെട്ടി ചെറുതാക്കുമ്പോൾ 4:1. ഇനി ഇതുകൊണ്ട് നോക്കിയ എയും ബിയും പൈസ വീതിച്ച അംശബന്ധം 4:1. അതായത് 2 വെച്ച് ചെറുതാക്കി. അതായത് മക്കളെ മൊത്തം 4 1ഉം 5 ഭാഗം. അതിൽ 4 ഭാഗം എക്ക്, 3 ഭാഗം ബിക്ക്. ഓക്കെ ആണോ? ഇനി എയുടെ ഷെയർ എത്രാന്ന് ചോദിച്ചാൽ 4/5. ബിയുടെ ഷെയർ എത്രാന്ന് ചോദിച്ചാൽ 1/5. നമ്മളോട് ഇവിടെ എന്താ ചോദിച്ചേ? എക്ക് ബിയേക്കാൾ എത്ര ഭാഗമാണ് കൂടുതൽ കിട്ടുക? നമ്മൾ പഠിച്ചു, കൂടുതലെന്നോ കുറവെന്നോ കണക്കി കേട്ടാലും ജീവിതത്തിൽ കേട്ടാലും വ്യത്യാസമാണ്. എയും ബിയും തമ്മിലുള്ള വ്യത്യാസം എത്ര ഭാഗം? എയും ബിയും തമ്മിലുള്ള വ്യത്യാസം 3 ഭാഗമാണ്. 3 ഭാഗമാണ്. എത്രല? ടോട്ടൽ 5. നമുക്ക് പറയാം 3/5. ഓപ്ഷൻ സി ആണ്, സെറ്റാണ്. ഒന്നുകൂടെ, എയും ബിയും പൈസ വീതിക്കുന്ന അംശബന്ധം 8:2. ഇത് വേണമെങ്കിൽ ഒറ്റയടിക്ക് എയും ബിയും തമ്മിലുള്ള വ്യത്യാസം 6 ഭാഗം മൊത്തം 10. 6/10 വെട്ടിക്കളഞ്ഞ് 3/5 എന്ന് നമുക്ക് എഴുതാം, തെറ്റില്ല. പിന്നെ നമ്മളൊരു സ്റ്റാൻഡേർഡ് ഫോം പ്രകാരം റേഷ്യോ കണ്ട ആദ്യമേ അങ്ങ് ചെറുതാക്കുക. എയും ബിയും പൈസ വീതിക്കുന്ന അംശബന്ധം 8:2. ഇത് 2 വെച്ച് വെട്ടി ചെറുതാക്കിയപ്പോ എയും ബിയും പൈസ വീതിച്ച അംശബന്ധം 4:1 എന്ന് മനസ്സിലായി. അതായത് മൊത്തം എയും ബിയും വീതിച്ചത് 5 ഭാഗം 4 1ഉം. അതിൽ 4 ഭാഗം എക്കും 1 ഭാഗം ബിക്കും കിട്ടും. മൊത്തം 5 ഭാഗം, 4 ഭാഗം എക്ക്, 1 ഭാഗം ബിക്ക്. എയും ബിയും തമ്മിലുള്ള വ്യത്യാസം 4 1ഉം തമ്മിലുള്ള വ്യത്യാസം 3 ഭാഗം. ഓക്കെ ആണോ? ഇവിടെ എന്തുവാ ചോദിച്ചത്? എക്ക് ബിയേക്കാൾ എത്ര ഭാഗമാണ് കൂടുതൽ കിട്ടുക? മക്കളെ, എയും ബിയും തമ്മിലുള്ള വ്യത്യാസം കൂടുതലെന്നോ കുറവെന്നോ കണക്കി കേട്ടാലും ജീവിതത്തിൽ കേട്ടാലും വ്യത്യാസമാണ് വേണ്ടി. മക്കളെ, നമുക്ക് മനസ്സിലായി വ്യത്യാസം 3 ഭാഗം. എത്രല? 5 ഭാഗത്തിൽ. ടോട്ടൽ 5ല. അപ്പൊ നമുക്ക് പറയാൻ കഴിയും എക്ക് ബിയേക്കാൾ കൂടുതൽ കിട്ടിയത് വ്യത്യാസം 3/5 ആണ്. ഓപ്ഷൻ സി ആണ്. എയുടെ ഷെയർ ചോദിച്ചാൽ 4/5. 4/5. ബിയുടെ ഷെയർ ചോദിച്ചാൽ 1 5. 1/5. അപ്പൊ ഇവിടെ ടോട്ടൽ ഷെയർ 5. അപ്പൊ എയും ബിയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ 3 ഷെയർ. എത്രല്ല? 5. 3/5. അടുത്ത ടോട്ടൽ വേണം എപ്പോഴും അടിയിൽ കൊടുക്കാൻ. ഒരു നിശ്ചിത തുക എയ്ക്കും ബിക്കുമായി 27 എന്ന അനുപാതത്തിൽ വിഭജിച്ചാൽ ആകെ തുകയുടെ എത്ര ഭാഗമായിരിക്കും
മക്കളെ ചോദ്യത്തിൽ ഒരു ചെറിയ തിരുത്തുണ്ട്. എയ്ക്ക് ലഭിക്കുക എന്നായിരിക്കും കേട്ടോ. ഞാൻ എഴുതാൻ വിട്ടുപോയതാണ്. ആകത്തുകയുടെ എത്ര ഭാഗമായിരിക്കും എയ്ക്ക് ലഭിക്കുക എന്നതാണ് ചോദ്യം. അപ്പൊ മക്കളെ ഇങ്ങോട്ട് നോക്കാം. എയും ബിയും പൈസ വീതിച്ച റേഷ്യോ 3:27. ഇങ്ങനെ വെച്ച് വേണേലും ചെയ്യാവേ. ഞാനിത് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി ഇവരെ നമുക്ക് ചെറുതാക്കാൻ പറ്റാത്ത ഒന്നും ചെയ്യാനില്ല, ഡയറക്റ്റ് എടുക്കാനേ പറ്റൂ. 3:27 നമുക്ക് 3 വെച്ച് ചെറുതാക്കിയാൽ 1:9 എന്ന് കിട്ടും. ഇനി നമ്മൾ ഇവിടേക്ക് നോക്കുക. എയും ബിയും പൈസ വീതിച്ച റേഷ്യോ 1:9 ആണ്. ഓക്കെ ആണോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മൊത്തം 9 1 10 ഭാഗം. അതിലൊരു ഭാഗം എക്കാണ്, ബിക്ക് 9 ഭാഗമാണ്. എയും ബിയും തമ്മിലുള്ള വ്യത്യാസം 8 ഭാഗമാണ്. ആലോചിച്ച് നോക്ക്. അപ്പൊ എയുടെ ഷെയർ ചോദിച്ചാൽ 1/10, ബിയുടെ ഷെയർ ചോദിച്ചാൽ 9/10, എയും ബിയും തമ്മിലുള്ള വ്യത്യാസം ചോദിച്ചാൽ 8/10. നമ്മളോട് ഇവിടെ എന്താ ചോദിച്ചേ? ആകത്തുകയുടെ എത്ര ഭാഗമാണ് എയ്ക്ക് ലഭിക്കുക? എയ്ക്ക് ഒരു ഭാഗം. എത്രല? 10. ടോട്ടൽ അടിയിൽ നമുക്ക് പറയാം 1/10 ഓപ്ഷൻ എ. ഒന്നുകൂടെ, എയും ബിയും പൈസ വീതിച്ച റേഷ്യോ 3:27. നിങ്ങൾക്ക് വേണേ ഒറ്റയടിക്ക് എഴുതാം. മൊത്തം 30 ഭാഗം, അതിൽ 3 ഭാഗം എയുടെ 3/30. മൊത്തം 30 ഭാഗം, അതിൽ 27 ഭാഗം ബിയുടെ 27/30. പിന്നെ അതിനെ ചെറുതാക്കിയാലും മതി. പിന്നെ റേഷ്യോ ആണ്, സ്റ്റാൻഡേർഡ് പ്രോ പ്രകാരം ആദ്യം അങ്ങ് ചെറുതാക്കുക. 3ഉം 27ഉം വെട്ടിക്കളഞ്ഞ 1:9. ഇനി ഇങ്ങോട്ട് എയും ബിയും പൈസ വീതിച്ച റേഷ്യോ 1:9. കാര്യം ഇത് 3 വെച്ച് നമ്മൾ അങ്ങ് ചെറുതാക്കി. 3നെ 3 വെച്ച് ചെറുതാക്കിയാൽ 1, 27നെ 3 വെച്ച് ചെറുതാക്കിയാൽ 9. ഇതിന്റെ അർത്ഥം മൊത്തം 1ഉം 9ഉം 10 ഭാഗം. അതിലൊരു ഭാഗം എയ്ക്ക്, 9 ഭാഗം ബിക്ക്. നമ്മളോട് ഇവിടെ എന്തോ ചോദിച്ചേ? എയ്ക്ക് ലഭിക്കുന്ന ഷെയർ, എയ്ക്ക് ഒരു ഭാഗം. ആക്ച്വലി എത്രല? 10. നമുക്ക് പറയാം 1/10 ഓപ്ഷൻ എ ആണ്, സെറ്റാണ്. മുമ്പോട്ട് കഴിഞ്ഞ ദിവസം 2024 UPSCയുടെ പരീക്ഷയ്ക്ക് വന്ന ചോദ്യമാണ്. നല്ല പോലെ ഒന്ന് ശ്രദ്ധിച്ച് വായിച്ചാൽ മാത്രമേ ഈ ചോദ്യം മനസ്സിലാവുള്ളൂ. ശ്രദ്ധിക്കുക. സീനയും മീനയും 2:3 എന്ന അംശബന്ധത്തിൽ ഒരു തുക ഭാഗിച്ചപ്പോൾ കിട്ടിയതിനേക്കാൾ 804 രൂപ കൂടുതൽ അതേ തുക 4:1 എന്ന അംശബന്ധത്തിൽ ഭാഗിച്ചപ്പോൾ സീനയ്ക്ക് കിട്ടി എങ്കിൽ അവർ ഭാഗിച്ച തുക എത്ര എന്നതാണ് ചോദ്യം. ഞാൻ ഈ ചോദ്യം ഒന്ന് മനസ്സിലാക്കി തരാം. സീന, മീന രണ്ടുപേര് 2:3 എന്ന അംശബന്ധത്തിൽ ഒരു തുക വീതിച്ചു. ഇപ്പോഴേ നമുക്ക് മനസ്സിലായി മൊത്തം 5 ഭാഗമാണ്. അതിൽ 2 ഭാഗമാണ് സീനയ്ക്ക്, 3 ഭാഗമാണ് മീനയ്ക്ക്. ഇതൊക്കെ നമുക്ക് മനസ്സിലായി. ഇങ്ങനെ വീതിച്ചതിനേക്കാളും 804 രൂപ കൂടുതൽ സീനയ്ക്ക് കിട്ടി. എങ്ങനെ വീതിച്ചപ്പോ? 4:1 എന്ന അംശബന്ധത്തിൽ വീതിച്ചപ്പോ. ഒന്നുകൂടെ പറയുന്നു, 2:3 എന്ന അംശബന്ധത്തിലാണ് വീതിച്ചത്. ഇങ്ങനെ വീതിച്ചതിനേക്കാളും 804 രൂപ കൂടുതൽ സീനയ്ക്ക് കിട്ടി. എപ്പോ? 4:1 എന്ന അംശബന്ധത്തിൽ. അപ്പൊ ഇത് വായിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും സീനയ്ക്ക് ആദ്യം കിട്ടിയ പൈസ 2x ആണ്, മീനയ്ക്ക് കിട്ടിയ പൈസ 3x ആണ്. ഓവറോൾ ഇവർക്ക് 5x ആണ് കിട്ടിയെന്നുള്ള കാര്യത്തിൽ ഡൗട്ടൊന്നുമില്ല. കാര്യം മൊത്തം 2x 3x. അപ്പൊ ഓവറോൾ പൈസ മൊത്തം 5x. ഇനി രണ്ടാമത് വീതിച്ചപ്പോ സീനയ്ക്ക് 4x കിട്ടി, മീനയ്ക്ക് 1x കിട്ടിയുള്ളൂ. അപ്പോഴും ഓവറോൾ 5x. ഈ ചോദ്യമാണെങ്കിൽ എപ്പോഴും ടോട്ടൽ എന്തായാലും സെയിം ആയിരിക്കും. കാര്യം ഇവർ വീതിച്ച പൈസ ഒന്ന് തന്നെയല്ലേ. ആലോചിച്ച് നോക്ക്. അപ്പോ സീന മൊത്തത്തിൽ ഇവരുടെ കയ്യിലിരിക്കുന്ന പൈസ 5x ആണെന്ന് മനസ്സിലായി. അപ്പൊ 3x-ഉം 2x-ഉം 3x-ഉം ആയിട്ടായിരുന്നു ആദ്യം ഇവര് വീതിച്ചത്. പിന്നെ ഇവരെന്ത് ചെയ്തു? 4x-ഉം 1x-ഉം ആയിട്ട് വീതിച്ച സീനയ്ക്ക് 804 രൂപ കിട്ടും. 804 രൂപ കൂടുതൽ കിട്ടും. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്. ആദ്യം സീനയ്ക്ക് കിട്ടിയത് 2x, പിന്നെ സീനയ്ക്ക് കിട്ടിയത് 4x.
ആദ്യം സീനയ്ക്ക് കിട്ടിയതിനേക്കാൾ 804 രൂപ കൂടുതൽ പിന്നെ സീനയ്ക്ക് കിട്ടി. അതായത് ആദ്യം സീനയ്ക്ക് കിട്ടിയതും രണ്ടാമത് സീനയ്ക്ക് കിട്ടിയതും തമ്മിലുള്ള വ്യത്യാസമാണ് 804. കാര്യം കൂടുതലെന്നോ കുറവെന്നോ പറഞ്ഞാൽ ആ വ്യത്യാസമാണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പൊ ആദ്യം സീനയ്ക്ക് വീതിച്ചപ്പോൾ കിട്ടിയത് 2x, പിന്നെ സീനയ്ക്ക് വീതിച്ചപ്പോൾ കിട്ടിയത് 4x. ഇവർ രണ്ടുപേരും വീതിക്കുന്ന തുക ഒന്ന് തന്നെയാണ്, 5x. ഇവിടെ 5x, ഇവിടെ 5x. അപ്പോ ആദ്യം സീനയ്ക്ക് 2x കിട്ടി, പിന്നെ സീനയ്ക്ക് 4x കിട്ടി. ഇവര് തമ്മിലുള്ള വ്യത്യാസമാണ് ഈ 804 എന്ന് പറയുന്നു. ഈ 2xും 4xും 2xും 4xും തമ്മിലുള്ള വ്യത്യാസം 2x ആണ്. 2x ആണ് 804 എന്ന് നമുക്ക് മനസ്സിലാവും. അങ്ങനെയാണ് x എന്ന് പറയുന്നത് 804/2 402 ആണ് എന്ന് മനസ്സിലാവും. x 402 കിട്ടിയ ഇവിടെ നിന്ന് നിനക്ക് എന്തും ചെയ്യാം. നിന്നോട് എന്തുവാ ചോദിച്ചേക്കുന്നത്? അവർ ഭാഗിച്ച തുക. നമുക്ക് എല്ലാവർക്കും അറിയാം, അവർ ഭാഗിച്ച തുക എന്ന് പറയുന്നത് 5x. അവർ ഭാഗിച്ച തുക എന്ന് പറയുന്നത് ഇവിടെ ആയാലും അവിടെ ആയാലും 5x. x 402 ആണ്. അവർ ഭാഗിച്ച തുക എന്ന് പറയുന്നത് 5 × 402. നമുക്ക് പറയാൻ കഴിയും 2010. സെറ്റാണ് ഓപ്ഷൻ എ. ആദ്യമായിട്ട് കേൾക്കുന്നവർക്ക് ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട്, എന്നാലും ഞാൻ ഒന്നുകൂടെ പറയും. മക്കളെ, സീനയും മീനയും എത്രയോ തുക 2:3 എന്ന അംശബന്ധത്തിൽ വീതിച്ചു. അതിന്റെ അർത്ഥം എന്തുവാ? സീന ഒരു തുക വീതിച്ചപ്പോൾ സീനയ്ക്ക് 2x കിട്ടി, മീനയ്ക്ക് 3x കിട്ടി. ഡൗട്ട് ഉണ്ടോ? അവര് വീതിച്ച തുക എന്ന് പറയുന്നത് ഫുള്ള് 5x ആണ് എന്നുള്ള കാര്യത്തിൽ ഡൗട്ടില്ല. കാര്യം സീനയ്ക്ക് 2xും മീനയ്ക്ക് 3xും, അപ്പൊ ഓവറോൾ 5x കിട്ടി. ഇങ്ങനെ വീതിച്ചതിനേക്കാളും 804 രൂപ കൂടുതൽ സീനയ്ക്ക് കിട്ടി. എങ്ങനെ വീതിച്ചപ്പോ? ഇവര് നമ്മളോട് പറയാണ് 4:1, അതായത് സീനയ്ക്ക് 4xും മീനയ്ക്ക് 1xും എന്ന റേഷ്യോയിൽ വീതിച്ചാൽ രണ്ടായാലും 5x. കാര്യം ഇവിടെ മൊത്തം 5, അത് 2ഉം 3ഉമായിട്ട് വീതിച്ചു. ഇവിടെയോ 4ഉം 1ഉമായിട്ട് വീതിച്ചു. രണ്ടായാലും 5x തന്നെയാണ്, തുക മാറുന്നില്ല. ഇത് 2:3 ഒറിജിനലി വീതിച്ചത്. ഇനി 4:1 വീതിച്ചാൽ സീനയ്ക്ക് പണ്ടത്തേനേക്കാളും 804 രൂപ കിട്ടും. അപ്പൊ സീന നോർമലി വീതിച്ചത് 2xും 3xും ആയിട്ടാണ്. അങ്ങനെ മൊത്തം 5x ആണ്. പിന്നെ നമ്മളോട് പറയുന്നു ഇത് 4xും 1xും ആയിട്ട് വീതിച്ചാൽ സീനയ്ക്ക് പഴയതിനേക്കാൾ 804 രൂപ കിട്ടും. സീനയ്ക്ക് പണ്ട് 2x. സീനയുടെ കാര്യം മാത്രം നോക്കിയാൽ മതി. സീനയ്ക്ക് ഇപ്പൊ 4x. ഇപ്പോ 2xും 4xും തമ്മിലുള്ള വ്യത്യാസം 2x ആണ്. ഈ സീനയ്ക്ക് 804 രൂപ കൂടുതൽ കിട്ടിയെന്ന് പറഞ്ഞാൽ പണ്ട് സീനയ്ക്ക് കിട്ടിയതും ഇപ്പൊ സീനയ്ക്ക് കിട്ടിയതും തമ്മിലുള്ള വ്യത്യാസമാണ് 804. പണ്ട് സീനയ്ക്ക് കിട്ടിയത് 2x, ഇപ്പൊ സീനയ്ക്ക് കിട്ടിയത് 4x. കൂടുതലെന്ന് പറഞ്ഞ വ്യത്യാസം, ഇവര് തമ്മിലുള്ള വ്യത്യാസം 2x ആണ് 804. അപ്പൊ x എന്ന് പറയുന്നത് 804/2 402 ആണ് എന്ന് മനസ്സിലാവും. x 402 ആണ്. ഇവിടെ നിന്ന് നമുക്ക് എന്തും ചെയ്യാം. നമ്മളോട് ചോദിച്ചത് അവർ ഓവറോൾ വീതിച്ച തുക. അവർ ഓവറോൾ വീതിച്ച തുക എന്ന് പറഞ്ഞാൽ ഇവിടെ ആയാലും 5x തന്നെയാ, തുകയിൽ മാറ്റമില്ല. പിന്നെ 2 കണ്ടീഷൻ പറയുന്നതേ ഉള്ളൂ. ഒന്ന് 2:3, പിന്നെ ഒന്ന് 4:1 വീതിച്ചു എന്നേ ഉള്ളൂ. അവർ ഓവറോൾ വീതിച്ച തുക 5x ആണ്. x 402 ആണ്. 5x എന്ന് പറഞ്ഞാൽ 5 × 402. നമുക്ക് മനസ്സിലാവും അവർ ഓവറോൾ വീതിച്ച തുക ഒബ്വിയസ്ലി 2010 ആണ്. ഇനി x എടുക്കാതെ ചെയ്യുന്ന ആളുകളും ഉണ്ട്. അങ്ങനെ വേണേലും നമുക്ക് ചെയ്യാം. മക്കളെ, ഇത് സീന, ഇത് മീന. സീനയും മീനയും 2:3 എന്ന് പറയുന്ന റേഷ്യോയിലാ വീതിച്ച്. എന്ന് പറഞ്ഞാൽ മൊത്തം പൈസ 5 ഭാഗം. അതിൽ അവർ വീതിച്ചത് 2:3 എന്ന റേഷ്യോയിൽ. 2 ഭാഗം സീനയ്ക്ക്, 3 ഭാഗം മീനയ്ക്ക്. പിന്നെ നമ്മളോട് പറയുന്നു അവര് 4:5 എന്ന റേഷ്യോയിൽ വീതിച്ചാൽ, അതായത് ആ 5 ഭാഗത്തെ തന്നെ സീനയ്ക്ക് 4ഉം മീനയ്ക്ക് 1ഉമായിട്ട് വീതിച്ചാൽ സീനയ്ക്ക് 804 രൂപ പഴയതിനേക്കാൾ കൂടുതൽ കിട്ടും.
അതായത് പണ്ട് സീനയ്ക്ക് കിട്ടുന്നതും ഇപ്പൊ സീനയ്ക്ക് കിട്ടുന്നതും തമ്മിലുള്ള വ്യത്യാസമാണ്. കൂടുതലെന്നോ കുറവെന്നോ പറഞ്ഞാൽ വ്യത്യാസമാണ് 804. ഇടേ പണ്ട് സീനയ്ക്ക് 2 റേഷ്യോ, ഇപ്പൊ സീനയ്ക്ക് 4 റേഷ്യോ. അതായത് 2ഉം 4ഉം തമ്മിലുള്ള വ്യത്യാസം 2 റേഷ്യോയാണ് 804. കാര്യം പണ്ടും ഇന്നും തമ്മിലുള്ള വ്യത്യാസമാണ് 804. പണ്ട് 2 റേഷ്യോ, ഇപ്പൊ 4 റേഷ്യോ. 2 റേഷ്യോ ആണ് 804. അപ്പൊ 1 റേഷ്യോ എന്ന് പറഞ്ഞാൽ 804/2 402 എന്ന് മനസ്സിലാവും. 1 റേഷ്യോ 402 നമുക്ക് യാതൊരു പ്രശ്നവുമില്ല. നമ്മളോട് ചോദിച്ചേക്കുന്നത് ഓവറോൾ എത്ര. ഓവറോൾ നേരത്തെ വീതിച്ചതും 5 കാര്യം അതേ ഉള്ളൂ അവരുടെ കയ്യിൽ. ഇപ്പൊ വീതിച്ചതും 5 രണ്ടുപേർക്കും മാറിയും തിരിഞ്ഞും കൊടുത്തതേ ഉള്ളൂ. ഓവറോൾ അവരുടെ കയ്യിലിരിക്കുന്നത് 5 ഭാഗമാണ്. 1 ഭാഗം 402 5 ഭാഗം 5 ഗുണൻ 402 2010 എന്ന് മനസ്സിലാവും. ഓപ്ഷൻ എ. ചില ആളുകൾക്ക് ആ ചോദ്യം വായിച്ച് മനസ്സിലാക്കാൻ ഒരു സ്വല്പം ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അത്ര ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. ഇതിനു മുമ്പ് ഒരു പരീക്ഷയ്ക്ക് ആ മോഡലിൽ ഒരു ചോദ്യം വന്നിട്ടുണ്ട്, ശ്രദ്ധിക്കുക. 2024 തന്നെ ചോദിച്ച വേറൊരു ചോദ്യം, SCERT ടെക്സ്റ്റിൽ നിന്നുള്ള സെയിം ക്വസ്റ്റ്യൻ ആണിത്, വരാനുള്ള സാധ്യതയുണ്ട്. 2 കോണുകൾ തമ്മിലുള്ള അംശബന്ധം 1:2 ചെറിയ കോൺ 6 ഡിഗ്രി കൂട്ടുകയും വലിയ കോൺ 6 ഡിഗ്രി കുറയ്ക്കുകയും ചെയ്തപ്പോൾ അംശബന്ധം 2:3 എന്നാൽ ആദ്യത്തെ കോൺ എത്ര ഡിഗ്രിയാണ് എന്നതാണ് ചോദ്യം. ചോദ്യം ഒന്നുകൂടെ പറയുന്നു. 2 കോണുകൾ തമ്മിലുള്ള അംശബന്ധം 1:2. അപ്പോൾ ചെറിയ കോൺ എന്ന് പറയുമ്പോൾ 1 റേഷ്യോയുടെ ആളാണ്, അത് 6 ഡിഗ്രി കൂട്ടുകയും വലിയ കോൺ 6 ഡിഗ്രി കുറയ്ക്കുകയും ചെയ്തപ്പോൾ ഈ അംശബന്ധം 2:3 എന്നാൽ ആദ്യത്തെ കോൺ എത്ര ഡിഗ്രിയാണ് എന്നതാണ് ചോദ്യം. നമുക്ക് തുടങ്ങാം. 2 കോണുകളുണ്ട്. ആ കോണുകൾ 1:2 എന്ന അംശബന്ധത്തില്. അപ്പം നമുക്ക് മനസ്സിലായി ആദ്യത്തെ കോൺ 1x ആണ്, രണ്ടാമത്തെ കോൺ 2x ആണ്. മക്കളെ ഈ 1x എന്നൊന്നും എഴുതണ്ട, x എന്ന് എഴുതിയാൽ മതി. പിന്നെ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാൻ അങ്ങ് എഴുതുന്നതേ ഉള്ളൂ, കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ 2 കോണുകൾ 1:2 എന്ന് പറയുന്ന റേഷ്യോയിലാണ്. അപ്പൊ ആദ്യത്തെ കോൺ ഒറിജിനലി 1x ആണ്, രണ്ടാമത്തെ കോൺ ഒറിജിനലി 2x ആണ്, ഡൗട്ടൊന്നുമില്ല. ചെറിയ കോൺ 6 ഡിഗ്രി കൂട്ടി. ചെറിയ കോൺ 1x അല്ലേ, അതായത് x അല്ലേ, അത് 6 ഡിഗ്രി കൂട്ടി. അപ്പൊ ഇത് x+6 എന്നായി. ഇനി വലിയ കോൺ 6 ഡിഗ്രി കുറച്ചു. വലിയ കോൺ 2x അല്ലേ, അത് 6 ഡിഗ്രി കുറച്ചപ്പോൾ 2x - 6 എന്നായി. ഇങ്ങനെ ചെയ്താൽ ഈ റേഷ്യോ 2:3 ആവും എന്നാണ് പറയുന്നത്. ഇവിടെ വരെ ഓക്കെ ആണ്. അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറയുന്നു, 2 കോണുകൾ തമ്മിലുള്ള അംശബന്ധം 1:2 ആണ്. അപ്പോൾ ആദ്യത്തെ കോൺ എത്രയാന്ന് ചോദിച്ചാൽ 1x, അതായത് x. രണ്ടാമത്തെ കോൺ ഒറിജിനലി എത്രയാന്ന് ചോദിച്ചാൽ 2x. കാര്യം 1 റേഷ്യോ എന്ന് പറയുമ്പോൾ 1x ഒറിജിനലി, 2 റേഷ്യോ എന്ന് പറയുമ്പോൾ ഒറിജിനലി 2x. ഇതാണ് 2 കോണുകൾ, ഡൗട്ടൊന്നുമില്ലല്ലോ. ആദ്യത്തെ കോൺ x, രണ്ടാമത്തെ കോൺ 2x, ഡൗട്ടൊന്നുമില്ലല്ലോ. ആദ്യത്തെ കോൺ 1x, അതായത് x, രണ്ടാമത്തെ കോൺ 2x. ഇനി എന്തോ പറയുന്നത്, ചെറിയ കോൺ 6 ഡിഗ്രി കൂട്ടി. ചെറിയ കോൺ x അല്ലേ, എന്തായാലും x ആ ചെറുത്, അത് 6 ഡിഗ്രി കൂട്ടി, അപ്പൊ x+6. വലിയ കോൺ 6 ഡിഗ്രി കുറച്ചു. വലിയ കോൺ 2x ആ, അതിൽ നിന്ന് 6 ഡിഗ്രി കുറച്ചു, 2x - 6. ഇങ്ങനെ വന്നാൽ ഇവര് തമ്മിലുള്ള റേഷ്യോ 2:3 ആവും എന്നാണ് പറയുക. ഇങ്ങനെ വന്നാൽ ഈ റേഷ്യോ 2:3 ആവും. എങ്കിൽ ആദ്യത്തെ കോൺ എത്ര എന്നാണ് ചോദ്യം. അപ്പൊ നമുക്ക് എങ്ങനെയും x കണ്ടുപിടിക്കാം. ചില ആളുകൾ ഇത് x+6/2x - 6 = 2/3 എന്നൊക്കെ എഴുതും, കുഴപ്പമൊന്നുമില്ല. ഇനി നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഏതൊരു പ്രപ്പോർഷന്റെയും ആദ്യത്തെ സംഖ്യയും അവസാനത്തെ സംഖ്യയും കൂടെ ഗുണിക്കുന്നത് നടുക്കത്തെ 2 സംഖ്യകൾ ഗുണിക്കുന്നതിനോട് തുല്യമാണ്. അപ്പൊ ഇവിടെ ആദ്യത്തെ സംഖ്യ x+6, അവസാനത്തെ സംഖ്യ 3. അതായത് x+6ഉം നോക്കിക്കോണേ, x+6ഉം 3ഉം കൂടെ ഗുണിക്കുന്നതും 2x - 6ഉം 2ഉം കൂടെ ഗുണിക്കുന്നതും തുല്യമാണ്. അതായത് ഏതൊരു പ്രപ്പോർഷന്റെയും ആദ്യത്തെ സംഖ്യയും അവസാനത്തെ സംഖ്യയും കൂടെ ഗുണിക്കുന്നത്
നടുക്കത്തെ രണ്ട് സംഖ്യകൾ ഗുണിക്കുന്നതിനോട് തുല്യമായിരിക്കും, ഉറപ്പാണ്. അപ്പൊ നമുക്ക് ഇനി 3 അകത്തേക്ക് കൊടുക്കണം. x+6 3 അകത്തേക്ക് കൊടുക്കുമ്പോൾ ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറുള്ള കാര്യം, ഒരു ബ്രാക്കറ്റിന്റെ അകത്തേക്ക് ഒരു സംഖ്യ കൊടുത്താൽ അവർക്ക് എല്ലാവർക്കും കൊടുക്കണം, അല്ലാതെ ചുമ്മാ ഒരിടത്ത് മാത്രമായിട്ട് കൊടുക്കത്തില്ല. 3 അകത്തേക്ക് കൊടുത്താൽ 3x ആവും, 3 അകത്തേക്ക് കൊടുത്താൽ +18 ആവും, ഈക്വൽ ടു 2 അകത്തേക്ക് കൊടുത്താൽ 2x × 2 4x ആവും. ഓക്കെ, ഇനി ഈ 2ഉം -6 ഗുണിച്ചാൽ -12 ആവും. ഇനി ഞാൻ ശ്രദ്ധിക്കുക എല്ലാവരും, ഇനി എക്സ് എല്ലാം നമുക്ക് ഒരു സൈഡിലേക്ക് കൊണ്ടുവരാം. നോക്കിക്കോണം, ഞാൻ എക്സിനെ അങ്ങോട്ട് കൊണ്ടുപോയി, സംഖ്യ ഇങ്ങോട്ട് കൊണ്ടുവന്നു, അവിടെ ഓൾറെഡി ഒരു 18 ഉണ്ട്. ഈ -12 ഇവിടേക്ക് കൊണ്ടുവരുമ്പോൾ +12 ആവും. അവിടെ ഓൾറെഡി ഒരു 4x ഉണ്ട്. ഈ +3x അപ്പുറത്തേക്ക് പോകുമ്പോൾ -3x ആവും. 12 18 കൂട്ടുമ്പോൾ 30. 4xൽ നിന്ന് 3x പോയ x, അപ്പൊ എക്സിന്റെ വാല്യൂ 30 ആണ് എന്ന് മനസ്സിലാവും. അപ്പൊ എക്സ് കിട്ടിയാൽ നമുക്കിവിടെ എന്തും ചെയ്യാം. നമ്മളോട് ചോദിച്ചേക്കുന്നത് ആദ്യ കോണാണ്. ആദ്യ കോൺ 30 ഡിഗ്രി ആണ്. സ്വാഭാവികമായിട്ട് രണ്ടാമത്തെ കോൺ എന്ന് പറഞ്ഞാൽ 2x ആണ്, 60 ഡിഗ്രി ആണെന്ന് മനസ്സിലാവും. അപ്പൊ ആദ്യ കോൺ ചോദിച്ചാൽ 30 ഡിഗ്രി, രണ്ടാമത്തെ കോൺ ചോദിച്ചാൽ 60 ഡിഗ്രി. ആദ്യ കോൺ x ആണ്, അത് 30 ഡിഗ്രി ആണെന്ന് മനസ്സിലാവും. ഓപ്ഷൻ എ ആണ്, സെറ്റ് ആണ്. മുമ്പോട്ട് പോവാം. ഞാൻ ഒരു വട്ടം കൂടെ പറയും, നിങ്ങൾ എല്ലാവരും എൻ്റെ ഒപ്പം പിടിക്കും. ഈ ചോദ്യം നേരത്തെ SCRTയുടെ കുറച്ച് ചോദ്യങ്ങൾ ചെയ്യിപ്പിച്ച സമയത്ത് നമ്മൾ ചെയ്തതാണ്, ശ്രദ്ധിക്കുക. 2 കോണുകൾ തമ്മിലുള്ള അംശബന്ധം 1:2. അപ്പൊ ആദ്യത്തെ കോൺ ഒറിജിനലി 1x, അതായത് ആദ്യത്തെ കോണിനെ നമുക്ക് x ആയിട്ട് എടുക്കാം. രണ്ടാമത്തെ കോണിന്റെ റേഷ്യോ 2, അപ്പൊ രണ്ടാമത്തെ കോണിനെ നമുക്ക് 2x ആയിട്ട് എടുക്കാം. ഇതാണ് കോണുകൾ. ആദ്യ കോൺ x, രണ്ടാം കോണ് 2x. ഇനി എന്തോ പറയുന്നത്, ചെറിയ കോൺ 6 ഡിഗ്രി കൂട്ടി. ചെറിയ കോൺ x അല്ലേ, എക്സിന്റെ കൂടെ 6 കൂട്ടി, അപ്പൊ x+6. ഇനി വലിയ കോൺ 6 ഡിഗ്രി കുറച്ചു. വലിയ കോൺ 2x അല്ലേ, അതിൽ നിന്നും ഒരു 6 ഡിഗ്രി കുറച്ചു, 2x - 6. ഇവര് തമ്മിലുള്ള റേഷ്യോ ഇങ്ങനെ ചെയ്തപ്പോ റേഷ്യോ 2:3 ആയി എന്ന് പറഞ്ഞു. അപ്പൊ ചെറിയ കോൺ x ആണ്, 6 കൂട്ടി x+6. വലിയ കോൺ 2x ആണ്, 6 കുറച്ച് 2x - 6. ഇങ്ങനെ ചെയ്തപ്പോൾ റേഷ്യോ 2:3 ആയി. ഇനി എങ്ങനെങ്കിലും നമുക്ക് ഇതിനകത്തുനിന്ന് എക്സിന്റെ വാല്യൂ അങ്ങോട്ട് കണ്ടുപിടിക്കാം. എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ എഴുതാം, x+6 / 2x - 6 = 2/3 എന്ന് എഴുതാം. a/b എന്ന് പറഞ്ഞാൽ a/b അല്ലേ. എന്നിട്ട് ഇത് ക്രോസ് ചെയ്യാം. ആ ഒരു സ്റ്റെപ്പ് ഒഴിവാക്കാനായിട്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഏതൊരു പ്രപ്പോർഷന്റെയും ആദ്യത്തെ സംഖ്യയും അവസാനത്തെ സംഖ്യയും കൂടെ ഗുണിക്കുന്നത് നടുക്കത്തെ 2 സംഖ്യകൾ ഗുണിക്കുന്നതിനോട് തുല്യമായിരിക്കും. അപ്പൊ ആദ്യം അവസാനം x+6ഉം 3ഉം കൂടെ ഗുണിക്കുന്നത് നടുക്കത്തെ 2 2x - 6ഉം 2 കൂടെ ഗുണിക്കുന്നതിനോട് തുല്യമായിരിക്കും. ഏതൊരു പ്രപ്പോർഷന്റെയും ആദ്യത്തെ സംഖ്യയും അവസാനത്തെ സംഖ്യയോടെ ഗുണിക്കുന്നത് നടുക്കത്തെ 2 സംഖ്യകൾ ഗുണിക്കുന്നതിനോട് തുല്യമായിരിക്കും. ഇനി 3 ഈ ബ്രാക്കറ്റിന്റെ അകത്തേക്ക് കൊടുത്താൽ 3x ആയി. 3 6 മൾട്ടിപ്ലൈ ചെയ്താൽ +18 ആയി, ഈക്വൽ ടു 2 ബ്രാക്കറ്റിന്റെ അകത്തേക്ക് കൊടുത്താൽ 4x ആയി. 6ഉം -6 മൾട്ടിപ്ലൈ 2ഉം -6 മൾട്ടിപ്ലൈ ചെയ്താൽ -12 ആയി. ഇനി എങ്ങനെങ്കിലും നമുക്ക് എക്സ് ഒരു സൈഡിലേക്ക് കൊണ്ടുവരണം, സംഖ്യ വേറെ. ഞാൻ സംഖ്യ ഇവിടേക്ക് കൊണ്ടുവന്നു. എക്സ് ഇവിടെ കൊണ്ടുവന്നാലും മതി. എക്സ് കൊണ്ടുവന്നാൽ ഇവിടെ 3x -4x ആവും. അവിടെ -12 ഓൾറെഡി ഉണ്ട്, -18 2 മൈനസ് എന്തായാലും വെട്ടിപ്പോയി. -x = -30 എന്ന് വരും. 2 മൈനസ് വെട്ടിപ്പോവും, കുഴപ്പമൊന്നുമില്ല. ഞാൻ സംഖ്യ ഇവിടേക്ക് കൊണ്ടുവന്നു. നെഗറ്റീവ് കാണുമ്പോൾ ചിലർക്കൊരു അലർജിയാണ്, അതിന് വേണ്ടിയിട്ടാണ്. സംഖ്യ ഇവിടെ ഓൾറെഡി ഒരു 18 ഉണ്ട്. ഈ -12 ഇപ്പുറത്തേക്ക് വരുമ്പോൾ +12 ആവും, ഈക്വൽ ടു ഞാൻ എക്സിനെ അപ്പുറത്തേക്ക് കൊണ്ടുവന്നു. ഇവിടെ ഓൾറെഡി ഒരു 4x ഉണ്ട്, അതവിടെ കിടക്കട്ടെ. +3x അപ്പുറത്തേക്ക് പോകുമ്പോൾ -3x ആവും. ഒന്നുകൂടെ, ഇവിടെ ഓൾറെഡി ഒരു 18 ഉണ്ട്, -12 ഇവിടേക്ക് വരുമ്പോൾ +12 ആവും. ഇവിടെ ഓൾറെഡി ഒരു 4x ഉണ്ട്, 3x അപ്പുറത്തേക്ക് പോകുമ്പോൾ -3x ആവും. 18ഉം 12ഉം കൂടെ കൂട്ടിയാൽ 30. 4xൽ നിന്ന് 3x പോയ 1x, അതായത് എക്സ്. എക്സിന്റെ വാല്യൂ നമുക്ക് 30 എന്ന് കിട്ടി. നമുക്ക് 2 കോണുകളാ ഉള്ളത്, ഒരെണ്ണം എക്സും ഒരെണ്ണം 2x. എക്സ് 30 ആണ്,
2x എന്ന് പറയുമ്പോൾ 2, 30, 60 അപ്പൊ കോണുകൾ 30, 60 ആണെന്ന് മനസ്സിലായി. നമ്മളോട് ചോദിച്ചേക്കുന്നു ആദ്യ കോൺ എത്ര ഡിഗ്രിയാണ്? ആദ്യ കോൺ 30 ഡിഗ്രിയാണ്. ഓപ്ഷൻ എ ആണ്. അടുത്ത്, ഒരു വൃത്തത്തിന്റെ വ്യാസവും പരിധിയും തമ്മിലുള്ള അംശബന്ധം എത്രയാണ് എന്നതാണ് ചോദ്യം. വളരെ സിമ്പിളായ ജോമെട്രിയുമായി ബന്ധപ്പെട്ട ചോദ്യം. അതായത് ഒരു വൃത്തത്തിന്റെ ഡയമീറ്ററും വൃത്തപരിധി എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ സർക്കംഫറൻസ് എന്ന് പറയും. നമ്മൾ ജോമെട്രി ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ്. വൃത്തപരിധി എന്ന് പറഞ്ഞാൽ സർക്കംഫറൻസ് എന്ന് പറയും, അല്ലെ പെരിമീറ്റർ എന്ന് പറയും, അല്ലെ ചുറ്റളവെന്ന് പറയും. ഇതെല്ലാം ഒന്ന് തന്നെയാണ് മക്കളെ. ഒരു പറമ്പിന്റെ പരിധി എന്ന് പറഞ്ഞാൽ പറമ്പിന്റെ ചുറ്റളവെന്നല്ലേ ഉദ്ദേശിക്കുന്നത്, ചുറ്റിനുമുള്ള അളവ്. ഇംഗ്ലീഷിൽ അവരെ സർക്കംഫറൻസ് എന്ന് പറയും. അപ്പോൾ ഒരു വൃത്തത്തിന്റെ പരിധി അല്ലെങ്കിൽ സർക്കംഫറൻസ് എന്ന് കേട്ടാൽ അത് ഓർത്തോളുക, ചുറ്റളവ് തന്നെയാണ്. അപ്പൊ വൃത്തത്തിന്റെ ഡയമീറ്ററും വൃത്തത്തിന്റെ സർക്കംഫറൻസ് അല്ലെങ്കിൽ ചുറ്റളവും തമ്മിലുള്ള റേഷ്യോയാണ് ചോദിച്ചേക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വൃത്തത്തിന്റെ ചുറ്റളവ് കാണാനുള്ള ഇക്വേഷൻ 2πr. ഇനി ഇതുപോലൊരു ഇക്വേഷൻ ഇതിനകത്തൂടെ കിട്ടിയാൽ നമുക്ക് എളുപ്പമാണ്. വൃത്തത്തിന്റെ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ റേഡിയസിൽ പറഞ്ഞാൽ അത് 2r അല്ലെ, വെട്ടാനായിട്ട് ആരും കാണത്തില്ല. അതുകൊണ്ടാണ് കാര്യം. ഡയമീറ്റർ വ്യാസം എന്ന് പറയുന്നത് ആരത്തിന്റെ ഇരട്ടിയാണ്. 2 ആരം വരുമ്പോഴാണ് ഡയമീറ്റർ ആവുന്നത്. ആലോചിച്ച് നോക്ക്, 2 ആരം വരുമ്പോഴാണ് ഡയമീറ്റർ ആവുന്നത്. ആലോചിക്കൂ. അപ്പോ ഡയമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2r ആണ്. അപ്പൊ നമുക്ക് ഈ റേഷ്യോ ഇങ്ങനെ എഴുതാം, 2r/2πr എന്ന് എഴുതാം. ഇവിടെ നിന്നും 2 പോയി, ഇവിടെ നിന്നും 2 പോയി, ഇവിടെ നിന്നും 6 പോയി, ഇവിടെ നിന്നും 6 പോയി. കാര്യം 6 ഇവിടെ രണ്ടുപേരും കോമൺ ആയിട്ടുണ്ട്. അപ്പൊ ഇവിടെ ആരുമില്ല. ആരും ഇല്ലാത്തവർക്ക് ദൈവം ഉണ്ടെന്ന് പറയുന്ന പോലെ വെറുതെ ഒരു സാധനം എഴുതിയാൽ എല്ലാവരും വെട്ടിപ്പോയാൽ അവിടെ 1 ആണ്. ഇവിടെ ഒരു പയ്യും ഉണ്ട്. നമുക്ക് പറയാൻ കഴിയും 1:π ആണ് ഉത്തരം. ഓപ്ഷൻ സി ആണ്, സെറ്റാണ്. ഒന്നുകൂടെ നമുക്ക് വേണ്ടിയത് ഒരു വൃത്തത്തിന്റെ വ്യാസവും, വ്യാസം എന്ന് പറഞ്ഞാൽ ഡയമീറ്റർ. ഇനി വൃത്തത്തിന്റെ പരിധി എന്ന് പറഞ്ഞാൽ സർക്കംഫറൻസ് അല്ലെങ്കിൽ ചുറ്റളവ് അല്ലെങ്കിൽ പെരിമീറ്റർ. അപ്പൊ ഒരു പറമ്പിന്റെ പരിധി എന്ന് പറഞ്ഞാൽ പറമ്പിന്റെ ചുറ്റളവ്, അത്രയും പരിധി നമ്മുടേതാന്നൊക്കെ പറയാറില്ലേ. പരിധി എന്ന് പറഞ്ഞാൽ ചുറ്റളവ് തന്നെയാണ്. അപ്പൊ വൃത്തത്തിന്റെ ഡയമീറ്ററും വൃത്തത്തിന്റെ സർക്കംഫറൻസും പരിധിയും തമ്മിലുള്ള റേഷ്യോ. വൃത്തത്തിന്റെ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ റേഡിയസിന്റെ ഇരട്ടിയാണ്, 2r ആണ് ഡയമീറ്റർ. അതായത് വ്യാസം എന്ന് പറഞ്ഞാൽ ആരത്തിന്റെ ഇരട്ടി. അപ്പൊ ഡയമീറ്ററിനെ നമുക്ക് 2r എന്ന് എഴുതാം. വൃത്തത്തിന്റെ പരിധി ചുറ്റളവ് എന്ന് പറഞ്ഞാൽ നമുക്ക് എഴുതാം 2πr. ഇവിടെയും 2 പോയി, ഇവിടെയും 2 പോയി, ഇവിടെ 6 പോയി, ഇവിടെ 6 പോയി, ഇവിടെ ആരുമില്ല. അപ്പൊ 1, ഇവിടെ π. നമുക്ക് പറയാം 1:π. ഓപ്ഷൻസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച അത്രയും കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കി. എല്ലാ ചോദ്യവും ഓക്കെ ആണ് എന്ന് കരുതുന്നു. ഈ മോഡൽ ഇനി എങ്ങനെ ചോദിച്ചാലും നിങ്ങൾ ചെയ്യും എന്ന് തന്നെ വിശ്വസിക്കുന്നു. നേരെ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ പോയിട്ട് അവിടെ ഇട്ടിരിക്കുന്ന വർക്കൗട്ട് ചോദ്യങ്ങൾ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്തു നോക്കണം, സെറ്റ് ആവണം. അപ്പോൾ തൊട്ടടുത്ത ദിവസം ഇതേപോലെ മറ്റൊരു ക്ലാസ്സുമായി വേഗം കാണാമെന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു. സൈനിങ് ഓഫ്.